بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, രണ്ടാഴ്ച തോറും ഇവിടെ നടന്നു വരുന്ന ഈ പരിപാടി, അതിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സദസ്സുകൾ, അത് പഠിക്കുന്ന, അത് ചർച്ച ചെയ്യുന്ന വേദികളൊക്കെ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ നിറഞ്ഞു നിൽക്കുമെന്നും അവൻ്റെ അങ്ങേയറ്റത്തെ സമാധാനവും ശാന്തിയും നിറഞ്ഞാടുമെന്നും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മലായിക്കത്തുകളോട് അല്ലാഹു തആല അത്തരത്തിൽ കൂടിയ ആളുകളെ സംബന്ധിച്ച് നന്മ പറയുമെന്നും മദ്ഹ് പറയുമെന്നുമൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനർഹമായ രീതിയിൽ, ആ പറഞ്ഞ രീതിയിൽ അത്തരത്തിലുള്ള ആളുകളിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇസ്ലാം എന്ന് പറയുന്ന ആദർശം, അത് മനുഷ്യൻ്റെ ഏതെല്ലാം മേഖലയിൽ സുരക്ഷിതത്വം നൽകുന്നു, ഇസ്ലാം എന്ന് പറയുന്ന ആദർശം സ്വീകരിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ആ ഇസ്ലാം എന്ന ആദർശം വരുത്തുന്ന മാറ്റങ്ങളും അത് അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും സുരക്ഷയും സമാധാനവും എന്തൊക്കെയാണ് എന്നുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു 4-5 മേഖലകൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. ഇസ്ലാം എന്ന് പറയുന്നത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ രംഗത്തും സുരക്ഷിതത്വവും സമാധാനവും നൽകുന്ന ഒരു ആദർശമാണ്. അത് മനസ്സിലാകാത്തവരായി ഇവിടെ ഇരിക്കുന്ന ആരും ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് ദൈവപ്രോക്തമായ ഒരു ആദർശം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്നു, സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംർ, പിന്നീട് ഞാൻ താങ്കളെ ഒരു പ്രത്യേകമായ നിയമസംഹിതയുടെ ചുറ്റുപാടിൽ നിലനിർത്തിയിരിക്കുന്നു. ആ നിയമസംഹിതയാണ് ഫത്തബിഅഹ, അതിനെ താങ്കൾ പിൻപറ്റണം. വലാ തത്തബിഉ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്ത, ധാരണയില്ലാത്ത, വിഷയങ്ങളെ സംബന്ധിച്ച് അവബോധമില്ലാത്ത ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന, കെട്ടിയുണ്ടാക്കുന്ന, സൃഷ്ടിച്ചുണ്ടാക്കുന്ന നിയമങ്ങളോ ഒരു കാരണവശാലും താങ്കൾക്ക് ഗുണം ചെയ്യില്ല. അത് നിങ്ങൾ പിൻപറ്റരുത്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന ആദർശം ഏതെല്ലാം രംഗത്താണ് നമുക്ക് സുരക്ഷ നൽകുന്നത്, അത് എണ്ണമില്ല. മനുഷ്യന്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലുണ്ടോ അതൊക്കെ തന്നെ, ആ മേഖലകളിലൊക്കെ തന്നെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ സമാധാനവും ശാന്തിയും സുരക്ഷയുമാണ് അത് നൽകുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമല്ലാത്ത ഒരു ആദർശത്തെ സ്വീകരിച്ചവൻ പാപ്പരാണെന്ന് പറഞ്ഞത് അല്ലാഹു തആല.
സൂറത്ത് ആലു ഇമ്രാനിലാണ് അള്ളാഹു അത് പറഞ്ഞത്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമല്ലാത്ത ഒരു ആദർശത്തെ മതമായി ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ, ആഗ്രഹിക്കുകയാണെങ്കിൽ, ഫലൻ യുഖ്ബല മിൻഹു, അത് അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഫഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ആ ഇതര സംസ്കാരത്തെയും അതുപോലെ തന്നെ ആ ആദർശത്തെയും അത്തരത്തിലുള്ള ആദർശങ്ങളെയും പിൻപറ്റിയവൻ അവൻ തികഞ്ഞ പരാജയക്കാരനാണ് എന്ന് പറയുകയുണ്ടായി. അത് അല്ലാഹു തആല പറഞ്ഞതാ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ സമാധാനവും ശാന്തിയും സുരക്ഷിതത്വവും ഉറപ്പ് കിട്ടുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഈ ഇസ്ലാമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിങ്ങൾ നോക്ക്, ഇത്ര ലളിതമായ, ഇത്ര ഫ്ലെക്സിബിളായ, സുന്ദരമായ ഒരു മതം, ഒരു ആദർശം ലോകത്ത് വേറെ ചൂണ്ടിക്കാണിക്കാനുണ്ടാകൂല. ഈ ഇസ്ലാമിൻ്റെ ആദർശത്തെ സംബന്ധിച്ച് പറഞ്ഞത് വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, ഇത് മാറാപ്പാണെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഇതിൽ നിൽക്കുന്നവന് സ്വാതന്ത്ര്യമില്ലെന്ന് നമ്മൾ ആലോചിക്കുകയാണ്. ഇസ്ലാമിൽ നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ഹറജ് ഇല്ല, ഒരു പ്രയാസവും അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതാണ് വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. മതത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാം ഉൾക്കൊള്ളുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും അവന് നേരിടാനില്ല എന്നാ പറഞ്ഞത്. പിന്നെ മനുഷ്യന്മാർ പ്രയാസം ഉണ്ടാക്കുക. മനുഷ്യന്മാർ ഈ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ, അതിൻ്റെ ആദർശങ്ങളിൽ, അതിൻ്റെ ആശയങ്ങളിൽ, അതിൻ്റെ ഇബാദത്തുകളിൽ, അതിൻ്റെ ആചാരങ്ങളിൽ മനുഷ്യൻ സ്വമേധയാ പ്രയാസമുണ്ടാക്കി വെക്കുകയാണ്. അങ്ങനെ പ്രയാസമുണ്ടാക്കിയാൽ ഈ മതം അവനെ കീഴ്പ്പെടുത്തും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ഇന്ന ദീന യുസ്റുൻ, മതം എന്ന് പറയുന്നത് എളുപ്പമാണ്. വമൻ യുശാഖിദ്ദീന, ആരെങ്കിലും ഈ ദീനിനെ പ്രയാസമുള്ളതാക്കിയാൽ, അതല്ലെങ്കിൽ ശിദ്ദത്തുള്ളതാക്കിയാൽ, മശക്കത്തുള്ളതാക്കിയാൽ, ഇല്ലാ ഗലബഹു, ഈ മതം അവനെ തകർക്കും. അവന് ഈ മതത്തിൻ്റെ, അതല്ലെങ്കിൽ അവന് ഈ ഭൗതിക ലോകത്തെ എന്ന് മാത്രമല്ല ആഖിറത്തിലെയും ജീവിതം വലിയ പ്രയാസം ഉണ്ടാക്കി തീർക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന് വക്രതയില്ല, ഈ മതത്തിനൊരു വക്രതയുമില്ല. അല്ലാഹു തആല പറയുന്നു, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ, നീ നിന്റെ മുഖത്തെ ഈ ആദർശത്തിൻ്റെ നേരെ വളവില്ലാതെ നിൽക്കണം, വക്രതയില്ലാതെ സമീപിക്കണം. ഈ ആദർശത്തോട് നീ വക്രതയില്ലാതെ സമീപിക്കണം. ഫിത്രത്തല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ പ്രകൃതി മതമാണ്. ഫിത്രത്തല്ലാഹ് അല്ലതി ഫത്തറന്നാസു അലൈഹ, അല്ലാഹു തആല പ്രകൃതിപരമായി നിശ്ചയിച്ചിരിക്കുന്ന യാതൊരു വക്രതയുമില്ലാത്ത, ഒരു നിലക്കുള്ള പ്രയാസങ്ങളുമില്ലാത്ത ഒരു മതമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത്. ദാലിക്കദ്ദീനുൽ ഖയ്യിം, അടോ ഇത് ഈ മതം എന്ന് പറയുന്നത് ഖയ്യിമാണ്, വളവില്ലാത്തതാണ്, വക്രതയില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് യാതൊരു മാറ്റത്തിരുത്തലുകളുമില്ല. ലാ തബ്ദീല ലി ഖൽഖില്ലാ ദാലിക്കദ്ദീനുൽ ഖയ്യിം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒന്ന്, അള്ളാഹുവിൻ്റെ മതം എന്ന് പറയുന്നത് വക്രതയില്ലാത്തതാണ്. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ മതം എന്ന് പറയുന്നത് അവൻ നിശ്ചയിച്ചിരിക്കുന്ന ഫിത്രത്തിൽ നിൽക്കുന്നതാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ആർട്ടിഫിഷ്യൽ മോഡൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അള്ളാഹു ഇവിടെ എന്ത് നിലനിൽക്കണം, എന്ത് നടപ്പാക്കണം എന്നുള്ള തീരുമാനം, ഈ മതത്തിൻ്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് സ്രഷ്ടാവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് പിൻപറ്റുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു പരാജയത്തിലേക്ക് കൊണ്ടുപോകില്ല. എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മതത്തിൻ്റെ പ്രബോധകനായി വന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഈ ലോകത്ത് നടപ്പിൽ വരുത്തേണ്ട അജണ്ടകളെ ഖുർആൻ സൂറത്ത് ആലു ഇമ്രാനിൽ പറഞ്ഞു, സൂറത്ത് അഅറാഫിൽ പറഞ്ഞു.
സൂറത്ത് അറാഫിൽ അല്ലാഹു തആല പറയുന്നത് ആ പ്രവാചകൻ എന്തൊക്കെയാ ഇവിടെ ചെയ്യുന്നത്? الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. അതായത് തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഉമ്മിയായിരിക്കുന്ന പ്രവാചകനെ പിൻപറ്റുന്നവരായ ആളുകൾ. അതിങ്ങനെ പറഞ്ഞൊരു വിഷയം പറയാണ്. എന്നിട്ടാണ് പറയുന്നത് ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യുന്നത്? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. ഒന്നാമത്തെ അജണ്ട അതാണ്. സദാചാരം കൊണ്ട് ലോകത്തിലുള്ള ആളുകൾ സദാചാരമാണ് എന്ന് അംഗീകരിക്കുന്ന കാര്യങ്ങൾ ആ പ്രവാചകൻ പ്രബോധനം ചെയ്യുന്നു, കൽപ്പിക്കുന്നു. വയൻഹാഹും അനിൽ മുൻകർ, മോശമാണ്, മ്ലേച്ഛമാണ്, നികൃഷ്ടമാണ്, അല്ലെങ്കിൽ ആകാത്തതാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പ്രവാചകൻ നിരോധിക്കുകയും ചെയ്യുന്നു. ഈ ഇസ്ലാമിൻ്റെ പ്രബോധനം ചെയ്യാൻ വന്ന അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ നിർദ്ദേശങ്ങളും ആശയങ്ങളും ആദർശങ്ങളും പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്ന പ്രവാചകൻ്റെ അജണ്ടയിൽ മുഖ്യമായ കാര്യം ഒന്നതാണ്. ഇനി നിങ്ങൾ നോക്ക്, രണ്ടാമത് പറയുന്നത് എന്താ? വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതു വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. ആ പ്രവാചകൻ എന്താ ചെയ്യുന്നത്? ഏറ്റവും നല്ല വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ, നല്ല സ്വഭാവങ്ങൾ എന്തൊക്കെയുണ്ടോ, നല്ല പെരുമാറ്റങ്ങൾ എന്തൊക്കെയുണ്ടോ, അതല്ലെങ്കിൽ നല്ല നടപടിക്രമങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ മനുഷ്യന്മാർക്ക് ഹലാലാക്കി കൊടുത്തു. എന്നാൽ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മോശമായത് മുഴുവനും ആ പ്രവാചകൻ വിരോധിക്കുകയും ചെയ്യുന്നു. ഈ ഇസ്ലാമിൻ്റെ പ്രവാചകൻ്റെ ഒരു പ്രാധാന്യമാണത്. ഇത്രയും വക്രതയില്ലാത്ത ഒരു മതം പ്രബോധനം ചെയ്യാൻ വന്ന പ്രവാചകൻ, ആ പ്രവാചകൻ ഇവിടെ നടത്തുന്ന അജണ്ടകളാണ് ഈ പറയുന്നത്. ഒന്ന്, അംറും ബിൽ മഅറൂഫി നഹിയുൻ അനിൽ മുൻകർ. രണ്ട്, നല്ല വസ്തുക്കളെയൊക്കെ തന്നെ ആണ്ട് അംഗീകരിച്ചു കൊടുത്തു. അതുകൊണ്ട് ആ നല്ല കാര്യങ്ങളൊക്കെ തന്നെ ഹലാലാക്കി. എന്നാൽ മോശമായ വസ്തുക്കളെയും സാഹചര്യങ്ങളെയും ആ പ്രവാചകൻ പാടെ വിരോധിച്ചു. കഴിഞ്ഞില്ല. ഇനിയും അല്ലാഹു തആല പറയുന്നു, വയളഉ അൻഹും മിസ്റഹും വൽഅഗ്ലാല അല്ലതി കാനത് അലൈഹിം. വയളഉ അൻഹും മിസ്റഹും, ആ മനുഷ്യന്മാർക്കുണ്ടായിരുന്ന ഭാരങ്ങളെ ആ പ്രവാചകൻ ഇറക്കി വെച്ചു. വൽഅഗ്ലാല അല്ലതി കാനത് അലൈഹിം, അവരിലുണ്ടായിരുന്ന വിലങ്ങുകളെയും വേലിക്കെട്ടുകളെയും ആ പ്രവാചകൻ പൊട്ടിച്ചെറിഞ്ഞു. ഇത് പ്രവാചകന്റെ ധർമ്മമാണ്. ഈ ഇസ്ലാമിൻ്റെ പ്രവാചകൻ, വക്രതയില്ലാത്ത മതത്തിൻ്റെ പ്രവാചകൻ, വളവില്ലാത്ത മതത്തിൻ്റെ പ്രവാചകൻ, ഏറ്റവും ലളിതവും സുന്ദരവുമായ മതത്തിൻ്റെ പ്രവാചകൻ, അദ്ദേഹം ഇവിടെ നടപ്പിൽ വരുത്തിയ കാര്യങ്ങൾ. പക്ഷെ നമ്മളോ ഇത്രയും ലളിതമായ സുന്ദരമായ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇറക്കി വച്ചിരിക്കുന്ന ഭാരങ്ങളെ വീണ്ടും നമ്മൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കെട്ടിയേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിവാഹമൊക്കെ പരിശോധിച്ചാൽ അതല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവാഹം എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ അല്ലാഹു തആല മീസാഖുൻ ഗലീദ് എന്ന് പരിചയപ്പെടുത്തിയ, ബലിഷ്ഠമായ ഒരു കരാറ് എന്ന് പരിചയപ്പെടുത്തിയ ആ വിഷയത്തിന് അത് സഹീഹാകണമെങ്കിൽ ആവശ്യമായത് ഒരു വലിയും അതുപോലെ തന്നെ 2 സാക്ഷികളും വധൂവരന്മാരുമാണ്. ഇന്നത്തെ വിവാഹത്തിൻ്റെ സ്ഥിതി എന്താ? അതിൻ്റെ ആലോചന മുതൽ മനുഷ്യനിൽ ഭാരം കെട്ടിവെക്കുന്ന സംവിധാനമാണുള്ളത്. ആലോചന മുതൽ പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആണുങ്ങൾ പോണു, പിന്നെ കുറേ പെണ്ണുങ്ങൾ പോകുന്നു, പിന്നെ വരൻ പോകുന്നു, വരൻ്റെ സുഹൃത്തുക്കൾക്ക് അവൾ അയച്ചിട്ട് കൊടുക്കണം, എല്ലാ നിലക്കുള്ള തോന്നിയവാസങ്ങളും. അതിൻ്റെ പുറമെ കൊള്ളക്കൊടുതികൾ വേറെ, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞാലുള്ള പോക്കുവരവുകൾ വേറെ. സാധാരണ പോക്കുവരവ് ഈ ഭൂമി കച്ചവടം ചെയ്താലാണ് ഉണ്ടാകൽ. പക്ഷേ
വിവാഹം കഴിഞ്ഞാൽ അതിൻ്റെ പോക്കുവരവുകളും അതിൻ്റെ ഉപചാര സംഗതികളും ആകപ്പാടെ ഞാനൊരൊറ്റ ഉദാഹരണമാണ് ഈ വിവാഹം പറയുന്നത്. മനുഷ്യൻ ലളിതസുന്ദരമായിരിക്കുന്ന ഈ ഒരു ആദർശത്തെ അങ്ങേയറ്റം വേലിക്കെട്ടുകൾ സൃഷ്ടിച്ച് അള്ളാന്റെ റസൂൽ ഇറക്കി വെച്ച വേലിക്കെട്ടുകളും വിലങ്ങുകളും പ്രയാസങ്ങളും മനുഷ്യൻ രണ്ടാമതും ഈ സമൂഹത്തിന് മുമ്പിൽ പൗരോഹിത്യത്തിൻ്റെ തുണയോടുകൂടി തന്നെ, പലപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, പൗരോഹിത്യത്തിൻ്റെ തുണയോടുകൂടി തന്നെ പല മഹല്ലത്തുകളിലും ആ മഹല്ലത്തിൻ്റെ വരുമാനം സ്ത്രീകളുടെ ആ രക്ഷിതാക്കൾ പുരുഷന്മാർക്ക് കൊടുക്കുന്ന പവനിൻ്റെ എണ്ണത്തിൻ്റെ ശതമാനമാണ് നിക്കാഹിൻ്റെ സംഖ്യയായി വാങ്ങുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അത് ഈ ലോകത്ത് ഇത്രയും സുന്ദരമായ വേലിക്കെട്ടുകളില്ലാത്ത പ്രയാസരഹിതമായ എല്ലാം ഇറക്കി വച്ചിരിക്കുന്ന ആ മതത്തെ മനുഷ്യൻ അതിൻ്റെ ആ ആദർശത്തെ, സുന്ദരമായ ആദർശത്തെ വീണ്ടും വേലിക്കെട്ടുകളാലും പ്രയാസങ്ങളാലും മുക്കിക്കൊല്ലുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കാര്യം മനസ്സിലാക്കണം. ഇനി രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കി ഈ മതത്തിൻ്റെ ഒരു പ്രത്യേകത നോക്ക്. തികഞ്ഞ ബസീറത്ത് ഈ മതത്തിൻ്റെ പ്രത്യേകതയാണ്. ഉൾക്കാഴ്ചയോടുകൂടിയുള്ള മതം. മറ്റൊരു മതത്തിനും ഇത് കാണാൻ കഴിയൂല. എത്രയും ഉൾക്കാഴ്ചയോടുകൂടിയാണ്, ബുദ്ധിയോട് ബൗദ്ധികമായ സംവാദമാണ് മതം നിർവഹിക്കുന്നത്. ഈ മതത്തിൻ്റെ ആരാധനകൾ കേവലം ഒരു പ്രക്രിയകൾ മാത്രമല്ല. ഓരോ ആരാധന എടുത്ത് പരിശോധിച്ചാലും മനുഷ്യന് ഒരു ലക്ഷ്യവുമില്ലാത്ത ആരാധനാകർമ്മങ്ങൾ ഇസ്ലാം പറയുന്നില്ല. ഇതിൻ്റെ വിധിവിലക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ലക്ഷ്യരഹിതമായ ഒരു വിധിവിലക്കുകളും ഈ ഇസ്ലാമിൻ്റെ ആദർശത്തിൽ നമുക്ക് കാണാൻ കഴിയൂല. കേവലം ചടങ്ങുകളല്ല, എല്ലാത്തിനും ലക്ഷ്യമുണ്ട്. ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ പ്രതിഫലം തരൂ എന്ന് ഖുർആൻ തന്നെ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഔസാനി റബ്ബി ബിതിസ്ഇൻ. ആ ദീർഘമായ ഹദീസാണ്, ഞാൻ ആവശ്യമായത് മാത്രം പറഞ്ഞുള്ളൂ. ഔസാനി റബ്ബി ബിതിസ്ഇൻ, 9 കാര്യങ്ങൾ അല്ലാഹു തആല എന്നോട് ഉപദേശിച്ചിട്ടുണ്ട്. ഉസീകും ബിഹാ, ആ 9 കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ആ 9 കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. അതിലാദ്യമായി പറഞ്ഞ കാര്യം എന്താണ്? ഉസീകും ഔസാനി ബിൽ ഇഖ്ലാസി ഫിസ്സിരി വൽ അലാനിയ. നിങ്ങളുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനവും വിശ്വാസവുമേ പാടുള്ളൂ. ആത്മാർത്ഥതയോടുകൂടിയുള്ള കാര്യത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. നെയ്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിനേ പ്രതിഫലമുള്ളൂ. അത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതാദ്യം പറയാണ്. സാധാരണഗതിയിൽ ഇബാദത്തുകളുടെ ശുറൂത്തുകൾ എണ്ണും. നിസ്കാരത്തിൻ്റെ ഷർത്ത് എത്രയാ? 5. ആ കുട്ടികൾ ഇങ്ങനെ 5 എണ്ണിപ്പടിക്കുകയാണ്. അതിൽ നമ്മളിങ്ങനെ പഠിച്ചു വരുന്ന സന്ദർഭങ്ങളിൽ നിയ്യത്ത് എന്ന് പറയുന്നത് ഒരു ഷർത്തായിട്ട് എണ്ണിയിട്ടില്ല, പക്ഷെ ഫർളിൽ എണ്ണിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഷർത്തായിട്ട് നിയ്യത്ത് എന്ന് പറയുന്നൊരു ഷർത്തുണ്ട്. അത് യഥാർത്ഥത്തിൽ എണ്ണാത്ത ഷർത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിൽക്കുന്ന രക്ഷിതാവിൻ്റെ മുമ്പിൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞ നിസ്കാരം, എല്ലാ ഇബാദത്തും അങ്ങനെ തന്നെയാണ്. ഞാൻ ആർക്ക് വേണ്ടിയാണോ ഈ ഇബാദത്ത് ചെയ്യുന്നത് അവനിൽ നിന്ന് ഞാൻ കൂലി പ്രതീക്ഷിക്കണം. ഇത് ചെയ്തില്ലെങ്കിലുള്ള അപരാധത്തെ സംബന്ധിച്ചും ശിക്ഷയെ സംബന്ധിച്ചും ഞാൻ പേടിക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ എന്നെ ശിക്ഷിക്കുമെന്ന ഭയം എനിക്ക് വേണം. ചെയ്താൽ എനിക്ക് മഹത്തായ പ്രതിഫലമുണ്ടെന്ന വിശ്വാസം എനിക്കുണ്ടാകണം. അത് ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണ്, ഇസ്ലാമിൻ്റെ ഇബാദത്തുകളുടെ പ്രത്യേകതയാണ്. ആ നിലക്കാണ് അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനം, മനസ്സാന്നിധ്യത്തോടുകൂടിയുള്ള പ്രവർത്തനം. അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു. കണ്ടോ, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ ഇബാദത്ത് എടുക്കണം. അതാണ് ഇഹ്സാന്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. കണ്ടോ, ഫഇന്നഹു യറാക്ക്, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണം നമ്മൾ.
അപ്പോൾ അത് ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവം ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു ഇബാദത്ത്, ലക്ഷ്യമില്ലാത്തൊരു ഇബാദത്ത് ഇസ്ലാം പറയുന്നില്ല. തികഞ്ഞ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ഇബാദത്താണ് അല്ലെങ്കിൽ ആരാധനാക്രമങ്ങളാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇബാദത്തുകളൊക്കെ നമ്മൾ നടത്തുന്ന ഈ വിഷയങ്ങളിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എത്ര ആളുകളാണ് ഈ നിലക്കുള്ള ഇബാദത്തുമായി മുന്നോട്ട് പോകുന്നത്? ഇത്തരത്തിലുള്ള സദസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം അതാണ്. ഞാൻ ആ വിഷയം ദീർഘിപ്പിച്ച് പറയൂല. പക്ഷെ നമ്മൾ സ്വമേധയാ ചോദിക്കണം, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് എത്തത്തക്ക രീതിയിൽ മനസ്സാന്നിധ്യത്തോടുകൂടി ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണ് ഇസ്ലാം നമ്മളോട് അനുശാസിക്കുന്നത്. അങ്ങനെ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് കൂലി കിട്ടൂ എന്നാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. മുമ്പ് ഒരു കാട്ടറബി, ആ കാട്ടറബി അയാളുടെ പൂജാമുറിയിൽ കടന്നപ്പോൾ ഉണ്ടായൊരു സംഭവമുണ്ട്. കുറേ ഇങ്ങനെ പൂജാ വിഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുക. ഇദ്ദേഹം സുബഹിൻ്റെ സമയത്ത് കുളിച്ച് വസ്ത്രങ്ങളൊക്കെ മാറിയിട്ട് അദ്ദേഹം പൂജാമുറിയിലേക്ക് അങ്ങ് ചെന്നപ്പോൾ, പൂജിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു കുറുക്കൻ ഇങ്ങനെ മൂത്രമൊഴിക്കുകയാണ് ഒരു ദൈവത്തിൻ്റെ തലയിൽ. അപ്പോൾ അയാൾക്ക് തോന്നി, അയാൾ പറയാണ്, അയാൾക്ക് മനസ്സാന്നിധ്യമുണ്ടായി. ഫഖദ് ഹാന മൻ ബാലത് അലൈഹി സആലിബു. റബ്ബുൻ, എന്ത് റബ്ബാണോ ഇത്? റബ്ബുൻ യബൂലു സഅലബാനു ബിറഅസി, തലയിൽ കുറുക്കം മൂത്രമൊഴിക്കുന്ന റബ്ബ്. പടച്ചോനെ, ഇതെന്ത് റബ്ബാണ്? വഖദ് ഹാന മൻ ബാലത് അലൈഹി സആലിബു, ഈ റബ്ബ് എനിക്ക് വേണ്ട. ഇങ്ങനെ തലയിൽ മൂത്രമൊഴിക്കുമ്പോൾ ഒന്ന് തടുക്കാൻ പോലും കഴിയാത്ത റബ്ബ് എനിക്ക് വേണ്ട. ആ കാട്ടറബിയുടെ മനസ്സിൽ അത് തോന്നിയിട്ടുണ്ട്. അയാൾക്കത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ആ രീതി നമ്മുടെ അവസ്ഥയെ നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പോൾ ഇബാദത്തുകളിലൂടെ ആ ഇബാദത്ത് ചെയ്യുന്നവന് അവൻ്റെ മനസ്സിന് പോഷിപ്പ് വരണം. എങ്ങനത്തെ? തഖ്വപരമായ വിശുദ്ധിപരമായ വളർച്ച കിട്ടണം, സദാചാരബോധം വർദ്ധിക്കണം. അതിനാണ് ഇബാദത്തുകൾ അല്ലേ? ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം എന്ന് പറയുന്നത് എല്ലാ മോശവും മ്ലേച്ഛവുമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടുത്തു നിർത്തുന്ന ഇബാദത്താണ്. നിസ്കാരത്തിനെ പറ്റി പറഞ്ഞത് അങ്ങനെയല്ലേ? അതുപോലെ തന്നെ സക്കാത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. നീ അവരിൽ നിന്ന് സദഖ സ്വീകരിക്കണം. എന്തിനാണ്? തുതഹിറുഹും, ഓൽക്ക് ശുദ്ധി ഉണ്ടാവാനാണ്, അവർക്ക് വിശുദ്ധി പ്രാപിക്കാനാണ്. വതുസക്കീഹിം ബിഹാ, അതുമൂലം അവർക്ക് മാനസികമായ തസ്കിയത്ത് ലഭ്യമാകാനാ. വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇന്ന സ്വലാത്തക സകനുൻ ലഹും, നിങ്ങളുടെ പ്രാർത്ഥന നബിയെ അവർക്കൊരു സമാധാനമായേക്കാം. അപ്പോൾ സക്കാത്ത് കൊടുക്കണമെന്ന് അങ്ങോട്ട് പറയല്ല, സക്കാത്ത് സ്വീകരിക്കണമെന്ന് പറയല്ല. ആ സക്കാത്ത് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ പ്രോസസ്സിൽ നിന്ന് ലഭ്യമാകുന്ന അതിൻ്റെ ഫലമാണ് അല്ലാഹു തആല പറയുന്നത്. അതവിടെ നമ്മൾ പരിശോധിക്കേണ്ടത്. നീ സക്കാത്ത് ഇങ്ങോട്ട് വാങ്ങിക്കോന്ന് പറഞ്ഞതല്ല, അത് മാത്രമല്ല പറഞ്ഞത്. അങ്ങനെ വാങ്ങിയാൽ അവരുടെ സമ്പത്ത് ശുദ്ധിയാണ്, അവരുടെ മനസ്സ് ശുദ്ധമാകും, അവരുടെ എല്ലാ നിലക്കുള്ള തസ്കിയത്തും അവർക്ക് ലഭ്യമാകാൻ അത് കാരണമായി തീരും. ഈ രീതിയിലാണ് അല്ലാഹു തആല ഈ ഇബാദത്തുകളുടെ ക്രമീകരണം. അപ്പോൾ ഇസ്ലാമിൻ്റെ ആദർശം സ്വീകരിക്കുന്ന അതിൻ്റെ ഇബാദത്തുകളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് കേവലം ഒരു ചടങ്ങുകളായിട്ടല്ല വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്ക്, വിശ്വാസരംഗത്തെ സുരക്ഷിതത്വം. ഇസ്ലാമിനെ പുലുകിയ ഒരു മനുഷ്യന് വിശ്വാസരംഗത്തുണ്ടായ സുരക്ഷിതത്വം എത്രയാണ്? വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി ഫഹുവ മുഹ്സിനുൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ.
ആരെങ്കിലും വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ നേരെ തൻ്റെ മുഖത്തെ അവൻ പരിപൂർണമായി കീഴ്പ്പെട്ടാൽ, അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ, വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി ഫഹുവ മുഹ്സിനുൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്കാ വഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ, അവൻ പിടിച്ചിരിക്കുന്നത് ബലിഷ്ഠമായ ഒരു കയറിലാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹുവിനെ അള്ളാഹുവിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ, അവനിലേക്ക് നമ്മൾ തവക്കുലാക്കുമ്പോൾ, നമ്മൾ ബലിഷ്ഠമായ, സുരക്ഷിതമായ, അങ്ങേയറ്റം സമാധാനപരമായ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ജീവിതം ചെന്നെത്തുന്നത് എന്നാണ് പറയുന്നത്. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് അള്ളാഹു പോരെ അവൻ്റെ അടിമക്ക്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. എത്ര പ്രാവശ്യം കേട്ടാ നമ്മളത് കേൾക്കുന്നത് ഇതര ജനവിഭാഗങ്ങൾ, തൗഹീദിൽ നിന്ന് അകന്നുപോയ ആൾക്കാരെ പറയാനാണ്. പക്ഷെ നമ്മൾ ആ ആയത്തിനൊന്ന് ഉൾക്കൊള്ളണം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന് പറയുന്ന ആയത്തിനെ നമ്മൾ ആദ്യം ശരിക്കും ഉൾക്കൊള്ളണം. നമുക്ക് അള്ളാഹു പോരെ, അവൻ്റെ തീരുമാനങ്ങളുമായി നമ്മൾ സംയോജിച്ചുകൊണ്ട്, അവൻ എടുക്കുന്ന നിയമങ്ങളുമായി നമ്മൾ അങ്ങേയറ്റം സഹകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഭൗതിക ലോകത്തും പരലോകത്തും നമുക്ക് സുരക്ഷിതത്വവും സമാധാനവും തരും എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞതിൻ്റെ താല്പര്യം. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, അവനാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ടവൻ എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസ സംരക്ഷണത്തിന് അല്ലെങ്കിൽ വിശ്വാസരംഗത്തെ സുരക്ഷിതത്വത്തിന് ഇസ്ലാം നൽകുന്ന നിയമങ്ങളും സംഹിതകളും എത്രമേൽ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രോഗശാന്തിക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത്. ശത്രു സംഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ശത്രുദോഷം അകറ്റാൻ വേണ്ടി അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത്. ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത്. സാമ്പത്തികമായ നമ്മളെ ബുദ്ധിമുട്ടുമ്പോൾ അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത്. അപകടങ്ങൾ തടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിലേക്കാണ് മനുഷ്യൻ തിരിയേണ്ടത്. അവനിൽ തൃപ്തിയടഞ്ഞവർക്ക് സമാധാനമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ പലപ്പോഴും അവനിൽ തൃപ്തിയടയാൻ നമ്മുടെ സമൂഹം അവനിൽ മാത്രം തൃപ്തിയടയാൻ തയ്യാറാകുന്നില്ല. 100ഓളം വയസ്സ് കാത്തുനിന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാങ്ക് കൊടുക്കുന്നു. 80 വയസ്സ് എന്ന് ഒരു റിപ്പോർട്ടുണ്ട്, 100 വയസ്സ് എന്ന് റിപ്പോർട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ചുരുങ്ങിയ കാലം കൂട്ടിയാൽ 80 വയസ്സ് വരെ ഒരു കുഞ്ഞുണ്ടായില്ല. പക്ഷേ ഈ 80 വയസ്സ് വരെ കുഞ്ഞുണ്ടാകാത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും അള്ളാഹുവിൽ തൃപ്തി അടയാതെ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് വിട്ട് മറ്റൊരു കേന്ദ്രത്തിലേക്ക് പോയില്ല. നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ സ്ഥിതി എന്താ? കല്യാണം കഴിഞ്ഞ് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം, 1 വർഷം കഴിയുമ്പോൾ തന്നെ എല്ലാ തരത്തിലുള്ള ഡോക്ടർമാരുടെ സമീപത്തും നമ്മൾ എത്തും. അങ്ങനെ പല ആളുകളും നമ്മളോട് പറയും, നിങ്ങൾ എത്ര കാലമായി ഈ ഡോക്ടർമാരടുത്ത് ഇങ്ങനെ പോകണം, നിങ്ങൾ എന്നോടത്തൊന്ന് പോയി നോക്ക്. 3 വർഷം കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോഴേക്ക് പിന്നെ നമ്മൾ അള്ളാഹുവിൽ തൃപ്തി അടയാതെ ഇതര കേന്ദ്രങ്ങളിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് അവിടത്തേക്ക് കയറി ചെല്ലുന്ന അവസ്ഥയാണുള്ളത്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ആദർശത്തിൻ്റെ സുരക്ഷിത വലയത്തിൽ നിന്നും മനുഷ്യൻ പുറത്തു ചാടുന്ന രംഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. സമാധാനമില്ല, ശാന്തിയില്ല. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകൾ, വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ശിർക്കിനെ കൂട്ടിക്കലർത്താത്തവരായ ആളുകൾ, അവർക്കാണ് സമാധാനമുള്ളത്. ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ, അവർക്കാണ് ശാന്തിയുള്ളത്, അവർക്കാണ് സമാധാനമുള്ളത്, അവർ മാർഗദർശനം ലഭ്യമായവരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന്
അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഒരു തവക്കുലിൽ നിന്ന് മനുഷ്യൻ പിടഞ്ഞു ചാടിയിട്ട് ആർത്തി കാണിച്ച് ഇതര കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഒരു കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്കും അതിൻ്റെ അപ്പുറത്തുള്ള കേന്ദ്രങ്ങളിലേക്കും മാറി മാറി സഞ്ചരിക്കേണ്ട, എന്നിട്ടും സമാധാനപരമായ സുരക്ഷിതമായ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാത്ത ഒരു രീതിയാണ് മനുഷ്യന് ഉണ്ടായിത്തീരുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല സൂറത്തുൻ നംൽ 62-ാം വചനം അല്ലാഹു പറയുന്നു, നോക്ക് നിങ്ങൾ, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു, ആരാണ് നിങ്ങൾക്ക് ഉത്തരം നൽകാനുള്ളത്? ഒരു മുൽത്തറായ മനുഷ്യന്, പ്രയാസം അല്ലെങ്കിൽ അങ്ങേയറ്റം ദുരിതം അനുഭവിക്കുന്ന ഒരു മനുഷ്യന് ആരുത്തരം നൽകും? അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ആരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും. വയക്ഷിഫു സൂഅ്, ആരാണ് നിങ്ങളുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നവൻ? വയജഅലകും ഖുലഫാഅൽ അർള്, ഭൂമിയിൽ നിങ്ങൾക്ക് പിന്മുറക്കാരുണ്ടാക്കുന്നത് ആരാണ്? അഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇലാഹുകൾ വേറെയുണ്ടോ? അള്ളാഹുവിനെ വിട്ടുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ഇലാഹുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഖലീലം മാ തദക്കറൂൻ, എന്തേ കൂട്ടരെ നിങ്ങൾ ആലോചിക്കാത്തത്? കുറച്ചേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ, ഒന്ന് ചിന്തിച്ചുകൂടെ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അപ്പോൾ വിശ്വാസപരമായ സുരക്ഷിതത്വം കിട്ടണമെങ്കിൽ ആ നിലക്കുള്ള ഒരു സുന്ദരമായ രീതിയിലാണ് ഇസ്ലാമിൻ്റെ ആദർശം. ഇസ്ലാമിൻ്റെ ആദർശത്തിൽ നിൽക്കുന്നവൻ ഒരിക്കലും അള്ളാഹുവിൽ തൃപ്തിപ്പെടാതെ പുറകോട്ട് ചാടില്ല, അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്ക് ചാടിപ്പോകുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം വിശദീകരിക്കണം. നോക്ക്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും അള്ളാഹുവിൻ്റെ റസൂലും ഒരു യാത്രയിൽ പിൻസീറ്റിലാണ് ഞാനിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാഹനത്തിൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുകയാണ്. ഫഖാല, അദ്ദേഹം എന്നോട് പറഞ്ഞു, യാ ഗുലാം ഉഅല്ലിമുക ബികലിമാത്ത്, ചില കാര്യങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിക്കാം. കുട്ടി, ചില കാര്യങ്ങൾ നിന്നെ ഞാൻ പഠിപ്പിക്കാം. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എന്നാൽ നിന്നെ അവൻ്റെ സംരക്ഷണത്തിലാക്കും, അവൻ നിന്നെ കാത്തുകൊള്ളും. തജിദുഹു തുജാഹക, നിന്റെ നേരെ നിന്റെ പ്രയാസങ്ങളിൽ അവനെ ദർശിക്കാൻ എന്നെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഫഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്ക്. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേട്. ഇത്ര പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ഒരാളോട് ചോദിക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കല്ല. ഇനി നീ അള്ളാഹു അല്ലാത്തവരിലോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വഅലം, അല്ലയോ കുട്ടി, നീ മനസ്സിലാക്കണം. വഅലം, നീ മനസ്സിലാക്കണം. അന്നൽ ഉമ്മത ലവിജ്തമഉ അലാ യൻഫഅക ബിശൈഇൻ ലാ യൻഫഅക ഇല്ലാ ബിശൈഇ, ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും, നിന്റെ സമുദായം മുഴുവനും നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉപകാരം ചെയ്യണം എന്ന് വിചാരിച്ചാൽ, അള്ളാഹു നിനക്കത് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചാൽ, ഈ സമൂഹത്തിന് മുഴുവനും നിനക്ക് ഉപകാരം ചെയ്യാൻ കരുതിയാലും അതിന് കഴിയില്ല. അള്ളാഹു തീരുമാനിച്ചതേ നടക്കുള്ളൂ. അള്ളാഹു നിനക്കത് വേണ്ടാന്ന് വിചാരിച്ചാൽ അത് ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ചെയ്യാൻ തീരുമാനിച്ചാലും നടക്കൂല. എന്നിട്ട് പറയുന്നു, വലവിജ്തമഉ അലാ യളുറുക ബിശൈഇൻ ലാ യളുറുക ഇല്ലാ ബിശൈഇ ഖദ് കതബല്ലാഹു അലൈക, അള്ളാഹു നിനക്ക് തീരുമാനിച്ചതല്ലാതെ ഈ ലോകത്തിലുള്ള നിന്റെ സമുദായം മുഴുവനും കൂടി നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ, അള്ളാഹു നിനക്ക് തീരുമാനിച്ചതല്ലാതെ, നിനക്ക് വേണ്ടി വെച്ചതല്ലാതെ നടത്താൻ കഴിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണത്. ഭൗതിക തലത്തിൽ പ്രകൃതിപരമായി നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന സംഗതി നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഓരോ അനുഭവത്തിലുണ്ടാവും അത്.
ഒരിക്കലും മനുഷ്യൻ്റെ ഭൗതികമായ കഴിവിൽ പ്രകൃതിപരമായി നടക്കില്ല എന്ന് നമ്മൾ വിധി എഴുതിയ കാര്യങ്ങൾ അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ വളരെ സുന്ദരമായി നടക്കും എന്നുള്ളതിന് ചരിത്രം സാക്ഷിയല്ലേ പ്രിയപ്പെട്ടവരെ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, അള്ളാഹുവിൽ ആരെങ്കിലും സൂക്ഷിച്ച് ജീവിച്ചാൽ എല്ലാ ദുരിതങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു തുറസ് അല്ലാഹു തആല അവന് നൽകും. അത് സംശയമില്ല, ഖുർആൻ പറഞ്ഞതാണ്. അത് ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ ആ അള്ളാഹു എന്ന് പറയുന്ന പോയിന്റിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന വചനങ്ങളാണത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ കേട്ട ചരിത്രമാണ് നമുക്കറിയാം. ബദറിൻ്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്താ? 2 ഇരട്ടി സമൂഹമാണ് അപ്പുറത്തുള്ള സൈന്യം. ഇവിടെ 300 ചില്ലറയാണെങ്കിൽ അവിടെ 1000-ഓളമാണ്. ഒരു നിലക്കും പ്രകൃതിപരമായി ഈ 2 വിഭാഗം ഏറ്റുമുട്ടിയാലും രക്ഷ കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ലെങ്കിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ, പടച്ചവനെ രക്ഷിക്കണം, ഈ ചെറിയ സൈന്യത്തെ നീ നശിപ്പിച്ചാൽ നിന്നെ മാത്രം ഇബാദത്തെടുക്കുന്ന ഒരു സമൂഹം ഇനി ഇവിടെ ഉണ്ടാകൂല. മനസ്സുരുകി പ്രാർത്ഥിച്ചു, നേരം വെളുക്കോളം പ്രാർത്ഥിച്ചു. അപ്പം അതിന് അല്ലാഹു തആല ഉത്തരം കൊടുത്തു. അവിടെ മനുഷ്യരഹിതമായ രീതിയിൽ അല്ലാഹു തആല അവൻ്റെ കഴിവ് മലായികത്തുകൾ മുഖേന അല്ലാഹു തആല അവിടെ അല്ലാഹുവിൻ്റെ റസൂലിനെയും സഹാബത്തിനെയും സഹായിച്ചു. ഇദ് യൂഹി റബ്ബുക ഇലൽ മലായിക അന്നീ മഅകും, മലക്കുകളോട് നിന്റെ രക്ഷിതാവ് വഹീ കൊടുത്തു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. കണ്ടോ, അന്നീ മഅകും ഫസബ്ബിത്തുൽ ലദീന ആമനൂ, നിങ്ങൾ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സ്ഥൈര്യം കൊടുക്കണം. കണ്ടോ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സ്ഥൈര്യം കൊടുക്കണം. സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറുർ റുഅബ, അവിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ ഞാൻ പേടി കൊടുത്തോളാം, ഭയം കൊടുത്തുകൊള്ളാം. നിങ്ങൾ മുഅ്മിനീങ്ങൾക്ക് സ്ഥൈര്യം കൊടുക്കണം, ഞാൻ അവിശ്വാസികളുടെ മനസ്സിൽ പേടിയിട്ട് കൊടുത്തോളാം. കണ്ടോ, ഫദ്രിബൂ കുല്ലൽ അനാക്കി, എല്ലാ പെരടികളും അങ്ങ് വെട്ടിയേക്കുക. പെരടി നോക്കിയിട്ട് വെട്ടിക്കോളി. ആരോടാ? മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. വദ്രിബൂഹും അലൈഹാ കുല്ല ബനാൻ, എല്ലാ വിരൽ തലപ്പുകളും അങ്ങ് വിച്ഛേദിച്ച് കളയുക. ഗഡ്ഗം പുതിച്ച അല്ലെങ്കിൽ ആ വാള് പിടിച്ച കൈയിൻ്റെ വിരലാണ് ചെത്തിയേക്കുക. ഖുർആന്റെ ഭാഷയാണത്. അല്ലാഹു തആല ആ മലായികത്തുകളോടുള്ള കൽപ്പനയാണത്. അവിടെ അത് നടക്കും എന്നുള്ളത് ഒരു പ്രകൃതിപരമായി ഭൗതികമായി നടക്കുന്ന വിഷയമാണോ? അല്ല. അവിടെ അള്ളാഹുവിൻ്റെ സഹായം എന്തേ ഒരു പോയിന്റിലേക്കാണ് ആ സഹാബത്തും പ്രവാചക തിരുമേനിയും തലേ ദിവസം തിരിഞ്ഞത്. അള്ളാഹുവിനോടാ ചോദിച്ചത്. അതുകൊണ്ട് അവിടെ നടക്കാത്ത അല്ലെങ്കിൽ അസംഭവ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ സംഭവിച്ചു. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലും അത് തന്നെയാണ്. മുന്നിൽ ചെങ്കടല്, പിന്നിൽ ഫിർഔനിൻ്റെ സൈന്യം. രക്ഷയില്ല എന്നവർ പറഞ്ഞു, യാ മൂസ ഇന്നാല മുദറക്കൂൻ, പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹേ കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, അവൻ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരും. എന്ത് മാർഗ? വലിയ പാരാവാരമാണ് മുന്നിൽ, ബാക്കിലാണെങ്കിൽ സൈന്യമാണ്. ഫിർഔനിന്റെ സൈന്യം ദേഷ്യം പിടിച്ചു വരിക, സകല ആയുധങ്ങളോടും കൂടിയാണ് വരുന്നത്. എന്ത് രക്ഷയാണ് അവിടെയുള്ളത്? പക്ഷെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സഹായം തേടുകയാണ്. എൻ്റെ രക്ഷിതാവ് വലിയവനാണ്, അവൻ എന്തെങ്കിലും ഒരു മാർഗം കാണിക്കും. മൂസാ നബിയോട് പറഞ്ഞു, വടിയെടുത്ത് അടിച്ചോ, ശങ്കിച്ചു നിന്നോ. ഇത്ര പോന്നൊരു വടി കൊണ്ട് ഈ വലിയൊരു പാരാവാരത്തിൽ ഞാൻ അടിച്ചാൽ ഇത് എന്താകാനാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം ഒരു സംശയവും തോന്നിയില്ല. അദ്ദേഹം അത് അടിച്ചു. അവിടെ അഭൗതികമായ രീതിയിൽ ആ കടൽ പിളർന്ന് 2 തൗദുൽ അലീം കത്തൗദുൽ അലീം, വലിയ 2 പർവ്വതം കണക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അവർ രക്ഷപ്പെട്ടു. ഫിർഔനും കൂട്ടരും മുങ്ങി നശിച്ചു. ഇത് ഒരു പോയിന്റിലേക്ക് തിരിയുമ്പോൾ
ഇസ്ലാമിൻ്റെ വ്യവസ്ഥിതി മനസ്സിലാക്കുന്ന, ഇസ്ലാമിൻ്റെ ആദർശത്തിൽ അതിൻ്റെ സുരക്ഷ കൈപ്പറ്റിയ ആളുകൾക്ക് കിട്ടിയ ആനുകൂല്യമാണ്. അതാണ് ആനുകൂല്യം. ഒരു ഖുദ്സിയായ ഹദീസ് കൂടി ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളെ സൂചന നൽകുക. അല്ലാഹു തആല പറയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ളാൽ, കുല്ലുക്കും ളാൽ, നിങ്ങളെല്ലാവരും പിഴച്ചുപോയവരാണ്. ഇല്ലാ മനിഹ്തദൈതുഹു, ഞാൻ ആർക്കാണോ ഹിദായത്ത് കൊടുത്തത് അവനൊഴികെ, ഫസ്തഹ്ദൂനി, അതുകൊണ്ട് എന്നോട് നിങ്ങൾ ഹിദായത്തിന് ചോദിച്ചോ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുഅ്മിനീങ്ങൾ 17 തവണ നിർബന്ധമായും ഐച്ഛികമായി വേറെയും മറ്റു പല സന്ദർഭങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാത്തിഹയിലെ ആയത്ത് ആ ഹിദായത്തിന് ചോദിക്കലാണ്. നിങ്ങൾ എന്നോട് ചോദിക്ക്. അപ്പോൾ എന്നോട് ഹിദായത്ത് ചോദിച്ചവന് മാത്രമേ രക്ഷയുള്ളൂ, ഹിദായത്ത് കിട്ടുകയുള്ളൂ എന്ന് അല്ലാഹു തആല പറയാ. ഹിദായത്ത് കൊടുക്കുന്നവൻ അവനാണ് എന്ന് ഇസ്ലാമിൻ്റെ സന്ദേശം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പക്ഷെ നമ്മുടെ മൊല്ലാമാരിപ്പോഴും കാവ കാച്ചി വെച്ച് പൊടി വിതറിയിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പറയുന്നത്, ബസ്സിരി ഫുആദി സിറാത്തൻ അൻത സാലികുഹു വല്ലാഹു അഅതാകഹു വ അൻത മാലികുഹു. എന്താണ് ഈ പറഞ്ഞത്? ബസ്സിരി ഫുആദി, എൻ്റെ ഹൃദയത്തിന് നീ കാഴ്ചപ്പാട് നൽകണം, ഹിദായത്ത് തരണം. ബസ്സിർ ഫുആദി സിറാത്തൻ, സിറാത്ത് നേരായ മാർഗം കാണിച്ചു തരണം. അൻത സാലികുഹു, താങ്കൾ ആ മാർഗത്തിൽ കടന്നിരിക്കുന്നു. വൈദിശേഖനോടാ, വല്ലാഹു അഅതാകഹു, അല്ലാഹു ആ മാർഗം താങ്കൾക്ക് നൽകി, അല്ലെങ്കിൽ ആ മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള കഴിവ് നൽകി. വ അൻത മാലികുഹു, താങ്കൾ അതിൻ്റെ അധിപനാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിവുള്ളവനാണ് താങ്കൾ എന്ന് ഇപ്പോഴും ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാ പറയുന്നു, കുല്ലുക്കും ളാൽ ഇല്ലാ മനിഹ്തദൈതുഹു, ഞാൻ ഹിദായത്ത് കൊടുത്തവനക്ക് മാത്രമേ ഹിദായത്തുള്ളൂ, അതുകൊണ്ട് എന്നോട് ഹിദായത്തിന് ചോദിച്ചോ. യാ ഇബാദി കുല്ലുക്കും ജാഇ, നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ് അടിമകളെ. ഇല്ലാ മൻ അത്അംതുഹു, ആർക്കാണോ ഞാൻ ഭക്ഷണം കൊടുത്തത് അവനൊഴികെ. ഫസ്തതുഇമൂനി, എന്നോട് ആഹാരം തേടിക്കോ. ഉതുഇമുക്കും, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ആഹാരം തരും. യാ ഇബാദി കുല്ലുക്കും ആർ, അല്ലയോ അടിമകളെ, നിങ്ങളെല്ലാവരും നഗ്നരാണ്, നിങ്ങളെല്ലാവരും ഉടുക്കാനില്ലാത്തവരാ. ഇല്ലാ മൻ കസൗതുഹു, ഞാൻ ഉടുപ്പിച്ചവനൊഴികെ. ഞാൻ തന്ന വസ്ത്രം കൊണ്ടാണ് നിങ്ങൾ ഉടുക്കുന്നത്, അതുകൊണ്ട് ഫസ്തക്സൂനി, നിങ്ങൾ എന്നോട് വസ്ത്രം തേടിക്കോ. ഉക്സിക്കും, ഞാൻ നിങ്ങളെ ധരിപ്പിക്കാം. അപ്പോൾ പോയിന്റ്, ആ അല്ലാഹുവിലേക്ക് സമ്പൂർണമായി നമ്മുടെ മുഴുവൻ ആവശ്യങ്ങൾക്കും ഹിദായത്തടക്കമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതികവും പാരത്രികവുമായ വിഷയങ്ങൾക്ക് ആ അല്ലാഹുവിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അത് തിരിയാനാണ് ഈ വക്രതയില്ലാത്ത മതം, ആ വിശ്വാസ സുരക്ഷ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഇസ്ലാമിൻ്റെ പ്രത്യേകത ഇത് വെളിച്ചമാണ് എന്നുള്ളതാണ്. ഈ ശരീഅത്ത് ദിവ്യപ്രകാശത്തിൽ നിന്നുള്ളതാണ്, ഒരു സംശയം വിചാരിക്കണ്ട. ഖുർആൻ പറയുന്നു, അഫമൻ ശറഹല്ലാഹു സദ്റഹു ഇലൽ ഇസ്ലാമി, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഹൃദയം ഇസ്ലാമിലേക്ക് വിശാലമാക്കാൻ അവൻ തീരുമാനിച്ചാൽ, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ അവൻ്റെ റബ്ബിൻ്റെ പ്രകാശത്തിലാണ്. ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ അവൻ്റെ റബ്ബിൻ്റെ പ്രകാശത്തിലാണ്. അടിവരയിടണം, റബ്ബിൻ്റെ പ്രകാശത്തിലാണ്. റബ്ബിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞത് ചെറുതല്ല. അപ്പൊ ഇസ്ലാമിനെ ആരെങ്കിലും ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ തീരുമാനിക്കുന്നുണ്ടോ എങ്കിൽ റബ്ബിൻ്റെ പ്രകാശത്തിലാ. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും അൻ ദിക്രില്ലാ,
അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് ഹൃദയം കടുത്തുപോയവർ അവർക്കാണ് നാശം. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് റൂമിലെ സൂറത്ത് സുമറിലെ വചനമാണ് നിങ്ങൾ ഈ കേട്ടത്. എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ പിൻപറ്റിയവൻ ഇരുട്ടിൽ തപ്പേണ്ടി വരില്ല, അതല്ലെങ്കിൽ അവൻ പ്രയാസപ്പെടേണ്ടി വരില്ല, വെളിച്ചം കാണാത്തവനായി തീരൂല. ഇനി ഇതിൻ്റെ പ്രവാചകനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? അതിനേക്കാളും വലിയ വെളിച്ചം. നിങ്ങൾ നോക്ക്, അള്ളാഹുവിൻ്റെ റസൂലിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഇന്നാ അർസൽനാക നബിയെ, നിങ്ങളെ ഞാൻ അയച്ചിരിക്കുന്നു, താങ്കളെ ഞാൻ അയച്ചിരിക്കുന്നു, ഷാഹിദൻ സാക്ഷിയായിട്ട്, വമുബശ്ശിറൻ സുവിശേഷകനായിട്ട്, വനദീറൻ താക്കീതുകാരനായിട്ട്, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അള്ളാഹുവിൻ്റെ നിയമസംഹിതകളിലേക്ക് ക്ഷണിക്കുന്നവനായിട്ട്. പിന്നെയോ അവസാനം പറഞ്ഞത് എന്താ? വസിറാജം മുനീറാ, ഈ ലോകത്തിന് മുഴുവനും വെളിച്ചം കൊടുക്കുന്ന കടുത്ത ഒരു വിളക്ക് ഉണ്ടോ? സിറാജ്, നല്ല ഒരു ദിവ്യ ആ പ്രകാശമടങ്ങുന്ന ഒരു വിളക്ക്. മുനീറാണത്, അതിങ്ങനെ പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്നത് ഈ ലോകത്തിന് വെളിച്ചം കൊടുത്ത വിളക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ ഇസ്ലാം വെളിച്ചമാണ്, അതിൻ്റെ പ്രവാചകൻ വെളിച്ചമാണ്. ഇനി അതിൻ്റെ പ്രമാണമോ? അതിലും വലിയ വെളിച്ചമാണ്. ഖുർആൻ പറയുന്നു, ആ പ്രവാചകന് ഇറക്കിയിരിക്കുന്ന വേദഗ്രന്ഥമാകുന്ന വെളിച്ചത്തെ പിൻപറ്റിയവരും അവരും മുത്തഖീങ്ങളാണ്, അല്ലെങ്കിൽ വിജയികളാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഫആമിനൂ ബില്ലാഹി വറസൂലിഹി വന്നൂരില്ലദീ അൻസൽനാ, അതായത് ഞാൻ ഇറക്കിയിരിക്കുന്ന പ്രകാശത്തിലും വിശ്വസിക്കുവീൻ. ആമിനു ബില്ലാ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുവീൻ, വറസൂലിഹി റസൂലിലും വിശ്വസിക്കുവീൻ, വന്നൂരില്ലദീ അൻസൽനാ, ഞാൻ ഇറക്കിയ പ്രകാശമാകുന്ന ഖുർആനിലും വിശ്വസിക്കുവീൻ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. സൂറത്ത് തൗബ 8-ാം വചനം. അല്ലാഹു തആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഖുർആൻ, ഈ മതത്തിൻ്റെ പ്രമാണമായ ഖുർആൻ, ഒന്നാം പ്രമാണമായ ഖുർആൻ വെളിച്ചമാണ്. ഈ ഖുർആനിനെ പരിചയപ്പെടുത്താൻ, ഈ മതത്തെ പരിചയപ്പെടുത്താൻ വന്ന പ്രവാചകൻ അത് കത്തിജ്വലിക്കുന്ന പ്രകാശമാണ്. ഈ മതം, ആ മതം അത് ഹൃദയത്തിലേക്ക് നെഞ്ചേറ്റിയവൻ അവൻ ദിവ്യപ്രകാശത്തിലാണ്, സമ്പൂർണമായ പ്രകാശം. ആ പ്രകാശം ഏത് വരെണ്ടെന്നറിയോ? പരലോകത്തിൽ അവരെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, ഇടത്തെ ഭാഗത്തും മുന്നിലും വലതുഭാഗത്തുമൊക്കെ ആ പ്രകാശം പരലോകത്തിൽ അവരെ തുടർന്നുകൊണ്ടേയിരിക്കും. സൂറത്ത് തഹ്രീമിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും മഹത്തായ ഒരു ദർശനമാണ്, അതിൻ്റെ വിധിവിലക്കുകളാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ലളിതമാണ്, സുന്ദരമാണ്, എളുപ്പമാണ്, പ്രകാശമാണ്. എല്ലാം പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവാചകൻ പ്രകാശമാണ്, മതം പ്രകാശമാണ്, അതുപോലെ പ്രമാണം പ്രകാശമാണ്. എല്ലാ നിലക്കും വളരെ ഫ്ലെക്സിബിളായിരിക്കുന്ന സുന്ദരമായ ഒരു ശരീഅത്ത്. നീ മാനവികതയുടെ മാർഗത്തിലേക്ക് വന്നാൽ ഈ ശരീഅത്ത് നിറകുടമാണ്, മാനവികതയുടെ നിറകുടമാണ്. ഓരോ രംഗം ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ദീർഘമായി സംസാരിക്കുന്നില്ല, നമുക്ക് പോണം. ഓരോ രംഗവും എടുത്തിങ്ങനെ പരിശോധിച്ചപ്പോൾ ലൈംഗികമായ അരാജകത്വത്തിൽ പൊറുതിമുട്ടി ഒരു പത്രം ഇങ്ങോട്ട് രാവിലെ കണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10 പീഡനത്തിൻ്റെ കഥ വായിക്കാതെ നമുക്ക് ആ പത്രം മടക്കി വെക്കാൻ കഴിയൂല. എന്നൊക്കെ ഇപ്പോൾ ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ, ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അടങ്ങിയ ഒരു കുടുംബത്തിൽ ഒരു പത്രം വായിക്കാൻ, ഒരു TV ന്യൂസ് കാണാൻ സാധ്യത വളരെ ഒരു ധാർമ്മികമായി
അല്ലെങ്കിൽ ഒരു ഉളുപ്പില്ലാതെ ഇരുന്ന് ആ പത്രം എല്ലാവരും ഒന്ന് വായിക്കാൻ, ഉളുപ്പില്ലാതെ ആ ടി വിയിലെ ന്യൂസ് ഒന്ന് കാണാൻ കഴിയാത്ത ഒരവസ്ഥയാണല്ലോ. ഏത് നിലക്കും പീഡനങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള അപരാധങ്ങളും അല്ലെങ്കിൽ അധർമ്മങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ലോകമാണ്. പക്ഷെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പിൻപറ്റുന്നവന് ഇതിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഈ തരത്തിലുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിർദ്ദേശം, സാമ്പത്തികമായ അച്ചടക്കത്തിൽ കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയാണ്. കുടുംബത്തിലെ സമാധാനത്തിന് കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയാണ്. ഈ നിർദ്ദേശങ്ങൾ ഒരു ശാസ്ത്രത്തിന് കൊടുക്കാൻ കഴിയൂല. ഈ നിർദ്ദേശങ്ങൾ നമ്മൾ കെട്ടിയുണ്ടാക്കുന്ന നിയമസംഹിതക്ക് കൊടുക്കാനാകില്ല, കൊടുത്തിട്ടില്ല. ഇനി കൊടുക്കാൻ ലോകത്ത് ഒരായിരക്കണക്കിന്, ഒരു മഹല്ലത്തിൽ 1000കണക്കിന് പോലീസുകാരെ നിങ്ങളൊന്ന് ഏർപ്പാടാക്കി നോക്കി, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ? നടക്കുമോ? മനുഷ്യൻ്റെ മനസ്സിനെ സംവദിക്കണം, മനസ്സിലേക്ക് ഇത് കയറണം. അതിന് ഇസ്ലാം അതിൻ്റെ ആകത്തുക ശരിക്ക് അതിൻ്റെ അടിവേരിലൂടെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വ്യഭിചാരത്തിനെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ ഖുർആൻ പറഞ്ഞാൽ വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരം കൊള്ള അടുക്കരുത്, വ്യഭിചാരം കൊള്ള അടുക്കരുത് എന്നാ പറഞ്ഞത്, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞില്ല. വ്യഭിചാരത്തിലേക്ക് എത്താനുള്ള സകലമായ വാതിലുകളും അടച്ചടച്ചാണ് ഇസ്ലാം പോകുന്നത്. ഖുർആൻ അങ്ങനെയാണ് അതിനെ പരിചയപ്പെടുത്തുന്നത്. എന്തെല്ലാം നിയമങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. മുഅ്മിനീങ്ങളോട് പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ കണ്ണ് താത്തിക്കോ. അന്യ പെണ്ണുങ്ങളെ കാണുമ്പോൾ കണ്ണ് താത്താൻ കണ്ടോ. മുഅ്മിനീങ്ങളോട് ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിച്ചോ. അതുപോലെ തന്നെ സ്ത്രീകളോട് അതേ കൽപ്പന അല്ലേ. നമസ്കാരത്തിൻ്റെ റക്അത്തുകൾ എണ്ണാത്ത, നമസ്കാരത്തിൻ്റെ റുകൂഅ് എങ്ങനെയാകണമെന്ന് പറയാത്ത ഖുർആൻ നിയമങ്ങൾ പറഞ്ഞു നോക്കി നിങ്ങൾ. ഈ രംഗത്തെ നിയമങ്ങൾ, അതായത് ഒരു അന്യ സ്ത്രീയെ കാണുമ്പോൾ പുരുഷനോട് പറയുന്നു കണ്ണ് താഴ്ത്താൻ. ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും വഖുല്ലിൽ മുഅ്മിനാത്തി യഗുളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന. ഇതാണ് വലാ തഖറബുസ് സിന. അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ പറയുന്നത്. ആണും പെണ്ണും അന്യ പുരുഷന്മാരെയും സ്ത്രീകളെയും കാണുമ്പോൾ ഉണ്ടക്കണ്ണുകൊണ്ട് നോക്കണ്ട, താത്തിക്കോന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് വാതിലടക്കിയാണ്, അടച്ചടച്ച് മുന്നോട്ട് പോവുകയാണ്. ഓരോ രംഗത്തും ഒരു പെണ്ണും ഒരാണും ഒറ്റക്കാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മൂന്നാമത് ഇബ്ലീസ് അവിടെ കടന്നു വരും, പിശാച് കടന്നു വരുമെന്ന് പറയുന്നു. അവിടെ ഒരു വാതിൽ കൊട്ടിയടക്കിയാണ് ഇതിലേക്ക് എത്താനുള്ളത്. ഇത് വ്യഭിചാരം എന്ന് പറയുന്നത് ഇതിൻ്റെ സമാപനമാണ്. അതിൻ്റെ ഉള്ളിൽ ആ വ്യഭിചാരത്തിന് മുമ്പായി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, കണ്ണുകൊണ്ട്, അതുപോലെ തന്നെ കാതുകൊണ്ട്, അതുപോലെ തന്നെ കൈകൊണ്ട്, അതിലേക്ക് നടന്നെത്തുന്ന കാല്, അതിലേക്കുള്ള സാഹചര്യങ്ങൾ, വസ്ത്രധാരണത്തിലെ അപാകതകൾ, ഇതൊക്കെ തന്നെ വ്യഭിചാരത്തിലേക്ക് ചെന്നെത്തുന്ന കാര്യങ്ങളാണ്. ഇസ്ലാം പറയുന്നു നിങ്ങൾ നന്നായിട്ട് വസ്ത്രം ധരിക്കണം. പെണ്ണുങ്ങളോട് പ്രത്യേകം പറഞ്ഞു കണ്ടോ, മാറിടത്തിലെത്താൻ താഴ്ത്തിയിടട്ടെ എന്നാ. മക്കനെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ. അവരുടെ സൗന്ദര്യങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതല്ല, അവരുടെ ഭർത്താവ് കാണാനുള്ളതാണ് അവരുടെ സൗന്ദര്യം. അതിൻ്റെ അപ്പുറത്തേക്ക് അവരെ മുഹരിമായ അല്ലെങ്കിൽ അവർക്ക് കല്യാണം ആലോചിക്കാൻ സാധ്യതയുള്ള, കല്യാണം കഴിക്കാൻ സാധ്യതയുള്ള, അതിന് ഹലാലായ ഒരു കുട്ടിയും അവളുടെ സൗന്ദര്യം കാണാൻ പാടില്ല. അതാണ്, അത് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. താഴ്ത്തിയിടണം എന്ന് പറയുന്നു. ഇനി നിങ്ങൾ നോക്ക്, ഇപ്പം ഞാനിങ്ങോട്ട് വരുമ്പം തന്നെ ഇയാച്ചേരി സാറിൻ്റെ പ്രസംഗമാണ് ഇവിടെ കേട്ടത്, ഇവിടെ കാസറ്റ് ഇട്ടത്. കള്ളിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ കള്ള് നിരോധിക്കാൻ കാരണം പറയാതെ അല്ലേ, വിശുദ്ധ ഖുർആന് കള്ള് നിരോധിക്കാൻ കാരണം പറയാതെ കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം നിരത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ആ കള്ള് എന്ന് പറഞ്ഞ ദ്രാവകത്തിനല്ല പ്രശ്നം, അതിൻ്റെ കണ്ടന്റിനല്ല പ്രശ്നമുള്ളത്. അതിൻ്റെ കാരണം, മൂലമായ കാരണം പറയുന്നു.
എന്താ കാരണം? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ. അത് പിശാചിന്റെ പ്രവർത്തനമാണ്. പിശാചിന്റെ പ്രവർത്തനത്തിലെ ഒരു ദൂഷ്യവശമാണത്. നമ്മുടെ ആജന്മ ശത്രുവാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ, പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വാ, അവനെ ശത്രുവായി കാണണം, അവനെ സ്വീകരിക്കണം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ, അവന്റെ ആൾക്കാർ അവൻ സഈറിലേക്ക്, നരകത്തിലേക്കാണ് വിളിക്കുന്നത്. അത് പഠിച്ചോലാണ് നമ്മൾ. അതുകൊണ്ട് പിശാചിന്റെ ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് കള്ളു കുടിക്കരുത്, ചൂതാട്ടം നടത്തരുത് എന്ന് പറഞ്ഞത് സൂറത്തുൻ നിസാഇന്റെ 43-ാം വചനം. എന്നിട്ട് പറയുന്നു എന്താ പിശാച് ചെയ്യുക? ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ. ഈ ലോട്ടറിയുടെയും കള്ളിന്റെയും കാര്യത്തിൽ പിശാച് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കും. വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. ഇതൊക്കെ കാരണങ്ങളാ. നിസ്കാരം നിർവഹിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞ, നിസ്കാരം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ ദൂഷ്യവശങ്ങളെയും തടുക്കുന്ന പരിചയമാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ? ആ നിസ്കാരത്തിലേക്ക് എത്തിച്ചേരാൻ മനുഷ്യനെ തടുത്തു നിർത്തുന്ന കാര്യമാണ്. കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി കാരണം നിരത്തിക്കൊണ്ടാണ് ഇസ്ലാമിക ആദർശം പഠിപ്പിച്ചു തരുന്നത്. കള്ളുടിക്കരുതെന്നാണ് പറഞ്ഞില്ല, കള്ള് നിരോധിക്കണമെന്നാണ് പറഞ്ഞതല്ല. അതുകൊണ്ട് ഫഹല്ലൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ? ഇങ്ങനെ ഈ പിശാചിന്റെ ഇടപെടലുള്ള ഈ ഒരു ദ്രാവകം ഇനിയും കുടിക്കണോ? ഫഹല്ലൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്ന് അവസാനം അല്ലാഹു തആല ആ ആയത്തിന്റെ അവസാനത്തിൽ ചോദിക്കുക. അപ്പൊ പൈശാചിക ഇടപെടലാണ് കള്ളുകുടിയുടെ പ്രശ്നം. ശാസ്ത്രത്തിന് ലിവറോസിസ് വരുമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വ്യഭിചരിച്ചാൽ ഉഷ്ണപ്പുണ്ണ് വരുമെന്ന് പറയുന്നുണ്ട്, സിഫിലിസ് വരുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശാസ്ത്രം പറയുകയാണ്. അതേസമയം അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശുദ്ധി നഷ്ടപ്പെടും എന്നുള്ളതാ ഖുർആൻ പറയുന്നു. ദാലിക അസ്കാ ലക്കും, നിങ്ങൾ കണ്ണ് താഴ്ത്തലാണ് നിങ്ങൾക്ക് വിശുദ്ധി. കണ്ടോ, നേരത്തെ പറഞ്ഞ ആയത്തിന്റെ ബാക്കി ഭാഗതാ. ദാലിക അസ്കാ ലക്കും, പെണ്ണുങ്ങളെ, പുരുഷന്മാരെ, നിങ്ങൾക്ക് അതാണ് വിശുദ്ധി. കാരണം നിങ്ങൾക്ക് ഉഷ്ണപ്പുണ്ണ് വരാതിരിക്കാൻ, നിങ്ങൾക്ക് സിഫിലിസ് വരാതിരിക്കാൻ, സർവോപരി നിങ്ങളുടെ കുടുംബ ഭദ്രത തകർന്നു പോകാതിരിക്കാൻ, നിങ്ങളുടെ സുഹൃബന്ധം തകർന്നു പോകാതിരിക്കാൻ, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇസ്ലാമികമായ മാനത്തിലേക്ക്, അതിൻ്റെ അളവുകോലിലേക്ക് വരലാണ് നിങ്ങൾക്ക് വിശുദ്ധിയായിട്ടുള്ളത് എന്നാ പറയുന്നത്. കുടുംബപരമായ സമാധാനം, ഇത്രയധികം ദാമ്പത്യപരമായ സുരക്ഷിതത്വം ഇത്രയധികം നൽകുന്ന ഒരു ദർശനം ലോകത്തില്ല. ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് ശിരസ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുടുംബത്തെ നോക്കിയിട്ട് നമ്മൾ പറയും അവിടെ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ? ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നടന്ന വിവാഹത്തിലെ ദാമ്പത്യ ബന്ധം നിങ്ങൾ പരിശോധിച്ച് പറയണം. അവിടെ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളും പൊട്ടിച്ചീറ്റലുകളും, പൊട്ടലും ചീറ്റലും, ആത്മഹത്യയും, വഴക്കും വക്കാണവും, നാട്ടുകാരുടെ മധ്യസ്ഥതയും ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. തുലോം കുറവാണ്, മനുഷ്യനല്ലേ, കുറച്ചൊക്കെ ഉണ്ടാകും, അല്പമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ബന്ധങ്ങൾ തകർന്നു പോകുന്ന ഈ ബന്ധം ആരുണ്ടാക്കിയതാ? അല്ലാഹ് ഉണ്ടാക്കിയ ബന്ധം അല്ലേ? അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ ഈ ബന്ധമുണ്ടാക്കിയത്. ഹുവല്ലദീ ജഅല മിനൽ മാഇ ബശറൻ, അവനാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത്. വജഅലഹു നസബൻ വസിഹ്റാ, വിവാഹബന്ധവും കുടുംബബന്ധവും ഉണ്ടാക്കിയത് അവനാണ്. അല്ലാഹ് ഉണ്ടാക്കിയ ബന്ധമാണ്. അതിനെ ഒരു വിലയുമില്ലാതെ നമ്മൾ വക്കാണവും വഴക്കും പൊട്ടലും ചീറ്റലും നടത്തിയിട്ട് തകർത്തെറിയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ നടന്ന വിവാഹങ്ങൾ, അതിനനുസൃതമായി പോകുന്ന ദമ്പതിമാരുടെ അത്തരത്തിലുള്ള കുടുംബങ്ങളിലേക്ക് നമ്മുടെ കണ്ണൊന്ന് പായിച്ചാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ആത്മഹത്യകൾ, കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ശരീഅത്തിലൂടെ ജീവിക്കണം. ഇത് സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഏർപ്പാടാ കല്യാണം. അത് ഖുർആൻ പറഞ്ഞ അങ്ങനെയല്ലേ? സമാധാനത്തിന് വേണ്ടിയാണ് കല്യാണം. പക്ഷേ പലരുടെയും സമാധാനം നഷ്ടപ്പെട്ട തീയതിയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് എന്നുള്ളത് വളരെ വേദനാജനകമാണ്. പല യുവാക്കളുടെയും പല യുവതികളുടെയും അവരുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ട തീയതി ഏതാണ് എന്ന് ഓർമ്മിച്ചു നോക്കിയാൽ അവരുടെ കല്യാണ ദിനമാണ്. അന്ന് മുതൽ അവർ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നില്ല. അവർ കിടന്നുറങ്ങുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ മാതാപിതാക്കളും കിടന്നുറങ്ങുന്നില്ല. ആ വീട്ടിലെ ആളുകൾക്ക് പ്രയാസത്തോടു കൂടിയല്ലാതെ കഴിഞ്ഞുകൂടാൻ കഴിയുന്നില്ല. എന്തേ പ്രശ്നം? അല്ലാഹു തആല ഈ വിവാഹത്തിലൂടെ നടപ്പിൽ വരുത്തേണ്ട അജണ്ടകൾ, നടപ്പിൽ വരുത്തത്തക്ക ബന്ധങ്ങളെ തിരഞ്ഞെടുക്കാൻ മനുഷ്യൻ മെനക്കെട്ടില്ല. അതാണ് കാരണം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. അവളിലേക്ക് സമാധാനം കണ്ടെത്താനാ കല്യാണം നടത്തിയത്. ആ പെണ്ണുങ്ങോട്ട് വന്നു കയറിയാൽ അവളിലൂടെ പുരുഷന് സമാധാനം കിട്ടണം, ശാന്തി കിട്ടണം. അതിനു വേണ്ടിയാണ് വിവാഹം. അല്ലാഹ് പറയണത്. പക്ഷേ ആ സമാധാനം നഷ്ടപ്പെടാൻ പാടില്ല. അതിന് ഉതകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഖുർആൻ നൽകി, അല്ലെങ്കിൽ ഹദീസ് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങൾക്ക് വേണ്ടി കല്യാണം നടത്തും. 4 കാര്യങ്ങൾക്ക് വേണ്ടി കല്യാണം നടത്താറുണ്ട് എന്നാ പറഞ്ഞത്. അതിൽ ഇങ്ങനെ നബി എണ്ണി ഇങ്ങനെ പറഞ്ഞു. സൗന്ദര്യം കണ്ടിട്ട് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്, തറവാട് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ സമ്പത്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട്, മതനിഷ്ഠ നോക്കിയിട്ട്, ധാർമ്മിക മൂല്യങ്ങൾ നോക്കിയിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. നീ കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മതബോധമുള്ള കല്യാണമാണ് നീ നടത്തേണ്ടത്, അല്ലെങ്കിൽ കഴിക്കേണ്ടത്. അങ്ങനത്തെ ഒരു പെണ്ണിനെയാണ് നീ നിന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അതുപോലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് തൻ്റെ മകൾ കയറി ചെല്ലുന്ന വീട്ടിലെ കിണറിൻ്റെ ആഴം പരിശോധിക്കുന്നത് പോലെ അല്ലേ? തൻ്റെ മകൾ ഏത് വീട്ടിലേക്കാണോ കയറി ചെല്ലുന്നത് അവിടെ വൈദ്യുതി ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ TV ഉണ്ടോ, ഫ്രിഡ്ജുണ്ടോ, വാഷിംഗ് മെഷീൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ അപ്പുറം താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന പുരുഷന്റെ ധാർമ്മിക ബോധം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഈ ഒരു അരക്ഷിതാവസ്ഥക്ക് പരിഹാരമാകും. അത് ഇസ്ലാം അങ്ങനെയാ പറയുന്നത്. ഇസ്ലാമിക മൂല്യങ്ങളിലൂടെ നോക്കിയാൽ ഈ കുടുംബപരമായ സുരക്ഷിതത്വത്തെ നമുക്ക് കാണാൻ കഴിയും. പുരുഷനോട് പറഞ്ഞു, ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളെ പെണ്ണിനോട് നന്മ പ്രവർത്തിക്കുന്നവനാണ് മെച്ചമുള്ളവൻ. ഇത് പഠിപ്പിക്കുകയാണ്. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്ന ആദർശം. അതുകൊണ്ടാണ് ഈ ആദർശം പിൻപറ്റുന്നവന് സുരക്ഷിതത്വമുണ്ട് എന്ന് പറഞ്ഞത്. പെണ്ണിന്റെ പിതാവിനോട്, പെണ്ണിന്റെ രക്ഷിതാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഖതബ ഇലൈക്കും മൻ തറളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജുഹു. ഏതെങ്കിലും ഒരു പുരുഷൻ നിന്റെ മകളെ കല്യാണം ആലോചിച്ചു വന്നു, അവൻ്റെ മതപരമായ ചിട്ട നിനക്ക് തൃപ്തിയാണ്, അവൻ്റെ സ്വഭാവം നിനക്ക് വളരെ മെച്ചമായി തോന്നുന്നുണ്ട്, എന്നാൽ ഇനി നീ കാത്തു നിൽക്കണ്ട, ഫസവ്വിജുഹു, അവന് കല്യാണം കഴിച്ചു കൊടുക്ക്. വഇല്ലാ തകുൻ ഫിൽ അർളി ഫിത്നതുൻ വഫസാദുൻ അരീദ്. ഇല്ലെങ്കിൽ ഭൂമിയിൽ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര വരെ പോവാം? 9 മണി വരെ പോവാം അല്ലേ? 9 മണി വരെ അല്ലേ? ഇൻഷാ അല്ലാഹ്. ആ രീതിയിലാണ് കുടുംബ ഭദ്രതയ്ക്ക് ഇസ്ലാം നൽകുന്ന ആ പ്രസക്തി. ശരീഅത്തിലൂടെ ജീവിച്ചാൽ മാതാപിതാക്കൾക്ക് സുരക്ഷയാണ്, മക്കൾക്ക് സുരക്ഷയാണ്, ഭാര്യയ്ക്ക് സുരക്ഷിതത്വമാണ്, ഭർത്താവ് സുരക്ഷിതത്വത്തിലാണ്, സഹോദരന്മാർ സുരക്ഷിതത്വത്തിലാണ്. ഒരു പ്രയാസം ഉണ്ടാവില്ല. സാമ്പത്തികമായ സുരക്ഷിതത്വം അങ്ങനെ തന്നെയാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, അത് നമ്മൾ വളരെ അടിവരയിട്ട് മനസ്സിലാക്കണം. ലാ യഹ്മിലന്നകും ഇസ്തിബ്താഅ റിസ്കി അൻ തത്ലുബൂഹു ബിമആസില്ലാ. നിങ്ങൾ
റിസ്ക് കിട്ടാൻ വൈകുന്നു എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ആഹാരം കിട്ടാൻ വൈകുന്നു എന്നുള്ള നിലക്ക്, വരുമാനം വൈകുന്നു എന്നുള്ള നിലക്ക്, ആ വരുമാനം ആർജിക്കുന്നതിന് ഹറാമായ മാർഗങ്ങളെ സ്വീകരിക്കരുത് കേട്ടോ. അൻതത്ലുബൂഹു ബിമആസില്ല, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കരുത്. ഫഇന്നമാ യുദ്രികുമാ ഇൻദല്ലാഹി ബിതാഅതിഹി, അവനെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ റബ്ബിൻ്റെ അടുക്കലുള്ളത് സുരക്ഷിതമായി നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് കള്ളക്കടത്ത് നടത്തിയാൽ പൈസ കിട്ടും, കുഴൽപ്പണത്തിൻ്റെ ഇടപാട് നടത്തിയാൽ നിങ്ങൾക്ക് പണം കിട്ടും, പലിശ വാങ്ങിയാൽ നിങ്ങൾക്ക് പണം കിട്ടും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സുരക്ഷിതത്വത്തോടു കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക പണം വേണമോ, റബ്ബിനെ അനുസരിച്ചു കൊണ്ടുള്ള മാർഗത്തിലൂടെ കിട്ടുന്ന പണത്തിനെ അത് പ്രസക്തിയുള്ളൂ എന്ന് പറയുന്നു. ചൂഷണത്തിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള നിലക്ക് നമ്മൾ മനുഷ്യനെ പറ്റിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ആ സാമ്പത്തിക ഭദ്രതയ്ക്ക് യാതൊരു അടിസ്ഥാനമില്ല എന്നർത്ഥം. സക്കാത്ത് കൊടുക്കാതെ ഉണ്ടാക്കുന്ന സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിസ്ഥാനമില്ല. എത്ര സ്ഥലത്താണ് അതിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്ക്, രണ്ടും രണ്ടായിട്ടല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത്. സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനം മനുഷ്യൻ്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കാനാണ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ നമസ്കാരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ സക്കാത്തിന് കൊടുക്കുന്നില്ല. എത്ര സ്ഥലത്തിൻ്റെ സക്കാത്ത് സെല്ലുകൾ രൂപീകരിച്ചു, നമ്മുടെ മഹല്ലത്തുകൾ രൂപീകരിച്ചിട്ടില്ല. എന്തേ? അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിന് പിശുക്കത്തരം തോന്നുകയാണ്. ഖുർആൻ പറയുന്നു, ആരെങ്കിലും തൻ്റെ മനസ്സിൻ്റെ പിശുക്കത്തരം അതിനെ സൂക്ഷിച്ചാൽ, അത് നോക്കി അത് മനസ്സിലാക്കിയാൽ, അതിന് ആ വിഷയത്തിൽ നീ ഒന്ന് ശ്രദ്ധിച്ചാൽ അവർ മുഅ്മിനീങ്ങളാണെന്ന, അവരാണ് വിജയികൾ എന്നാ പറയുന്നത്. കേട്ടോ? അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തിനും സകാത്തിനും കൂട്ടിക്കെട്ടി പറഞ്ഞ ഒരുപാട് ആയത്തുകളുണ്ട്. പക്ഷെ ഒന്ന് നമ്മൾ എടുക്കുന്നു, മറ്റേത് നിഷ്കരുണം തള്ളിക്കളയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഉദ്ധരിച്ചൊരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറയാണ്, എന്താ പറഞ്ഞത്? ഉമിർനാ ബിഇഖാമിസ്സലാ വഇതാഇസ് സകാ, ഞങ്ങളോട് സക്കാത്ത് കൊടുക്കാനും നമസ്കരിക്കാനും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. നമസ്കാരം നിലനിർത്താനും നമസ്കാരം മുറ പോലെ അനുഷ്ഠിക്കാനും സക്കാത്ത് കൊടുക്കാനും ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു. വമല്ലം യുസക്കി ഫലാ സ്വലാത ലഹു, ആരെങ്കിലും സക്കാത്ത് കൊടുക്കാതെ ഒന്നാം സഫിലേക്ക് കയറി നിന്ന് നിസ്കരിക്കാൻ വന്നാൽ അവന് നിസ്കാരമില്ല. ഫലൈസ ബിമുസ്ലിമിൻ, അവൻ ഒരു മുസ്ലിമായി എണ്ണാൻ കഴിയൂല. അമലുഹു, അവൻ്റെ അമല് ഉപയോഗപ്പെട്ട ഒരു മുസ്ലിമായി ഗണിക്കാൻ പോലും സാധ്യമല്ല. അങ്ങനെയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളിതിനെ രണ്ടും രണ്ടായിക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സാമ്പത്തികമായ സുരക്ഷിതത്വം, പാവപ്പെട്ടവനും ജീവിക്കണം, പണക്കാരനും ജീവിക്കണം. എത്ര സുന്ദരമായിട്ടാണ് ഖുർആൻ അത് പറഞ്ഞത്. ഈ പണം നിങ്ങളിൽപ്പെട്ട ഐശ്വര്യവാന്മാരായ ആളുകൾക്കിടയിൽ കറങ്ങാനുള്ളതല്ലാന്ന്. എന്തൊരു വാക്കാണെന്നറിയത്. ലിഖൈലായകൂന ഉണ്ടോ, അതാകാതിരിക്കുന്നതിന് വേണ്ടി, ആ സമ്പത്ത് അഗ്നിയാക്കൾക്കിടയിൽ കിടന്ന് കറങ്ങാതിരിക്കുന്നതിന് വേണ്ടി, അത് പാവപ്പെട്ടവനിലേക്ക് കൂടി എത്താൻ വേണ്ടി, അതിനാണ് സക്കാത്തിൻ്റെ സംവിധാനം. പാവപ്പെട്ടവനെ സഹായിക്കുക, ഒരേപോലെ എക്കണോമിക്സ്, ആ സാമ്പത്തിക ശാസ്ത്രം, ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം അവതരിപ്പിക്കാൻ ഇന്നേ വരെ ലോകത്തിന് സാധ്യമായിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഈ ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഇത്രയധികം ഇക്കോ ഫ്രണ്ട്ലിയായ ഒരു മതം വേറുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ പ്രകൃതി സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മതമാണിത്. ഇന്നിപ്പോൾ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെയും ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് കൂടി അല്ലെങ്കിൽ എൻ്റെ അധീനത്തിലുള്ള സംഗതികളിൽ ഇടപെടുമ്പോൾ എത്ര മുഅ്മിനാണെങ്കിലും എനിക്ക് പറ്റണില്ല. നിങ്ങളുടെ അധീനത്തിലുള്ള സംഗതികളിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിലൂടെ
അല്ലെങ്കിൽ പിന്നെ ഇടപെടുമ്പോൾ അവിടെ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തുണ്ടാക്കിയ ആ വൃക്ഷങ്ങൾ മുറിച്ച് അവിടെ കാടായിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയണില്ല. പക്ഷെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, ഇത്രയധികം ഈ പ്രകൃതിയുമായി, എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ട, അതിന് പ്രാധാന്യം കൊടുത്ത ഒരു ദർശനം വേറെ ഉണ്ടാവില്ല. ഖുർആന് ഒരു 1/8 ഭാഗം, ഏറെക്കുറെ 12% ആയത്തുകൾ പരിശോധിച്ചാൽ പ്രകൃതിയെ സംബന്ധിച്ച്, മലകളെ സംബന്ധിച്ച്, ജലാശയങ്ങളെ സംബന്ധിച്ച്, കാടുകളെ സംബന്ധിച്ച്, ഇങ്ങനെയുള്ള പ്രകൃതിപരമായ കാര്യങ്ങളെ, അതിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അതിൻ്റെ സംവിധാനത്തെ സംബന്ധിച്ചും അത് എന്തിന് നിലനിൽക്കണം എന്നുള്ള ആവശ്യകതയെ സംബന്ധിച്ചും പ്രതിപാദിച്ചതായി കാണും. വെറും സ്വർഗും നരകവും ഹിസാബും ഹിസാബും മാത്രമല്ല ഖുർആൻ. 1/8 ഭാഗം, ഏകദേശം 800-ലധികം ആയത്തുകൾ ഈ വിഷയകമായി ഖുർആൻ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ മുഅ്മിനീങ്ങളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ കൃത്യമായ സംവിധാനത്തെ ഫസാദാക്കിയാൽ അത് വലിയ ദുര്യോഗങ്ങളിലേക്കാണ് വരുന്നത്. ഖുർആൻ പറയുന്നത് നോക്ക് നിങ്ങൾ, വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയെ ഞാനൊരു ഇസ്ലാഹ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഭൂമിയിൽ ഞാനൊരു വ്യവസ്ഥിതി ഭൂമിക്ക് നൽകിയിട്ടുണ്ട്. ആ ഭൂമിയിൽ നിങ്ങൾ ഇനി കുഴപ്പമുണ്ടാക്കരുത്. ഖുർആനിൻ്റെ കൽപ്പനയാ. വദ്ഉഹു ഖൗഫൻ വതമഅൻ, നിങ്ങൾ ഖൗഫോടുകൂടി, ഭയഭക്തിയോടുകൂടിയും പ്രത്യാശയോടുകൂടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവീൻ. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ സമീപമാണ് എന്ന് പറഞ്ഞാൽ, ഈ ആയത്തിൻ്റെ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ ഞാനൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, ആ വ്യവസ്ഥയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നാ. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, വർഷത്തിൽ 365 ദിവസമുണ്ട്. ഞാൻ എൻ്റെയും നിങ്ങളുടെയും ഇപ്പോൾ ഇവിടെയുള്ള ഒരു 50 വയസ്സ് പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, അതിൻ്റെ മുകളിലുള്ള ആൾക്കാർ പറയട്ടെ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ എത്ര ദിനാചരണം ഉണ്ടായത്? ഒരു സ്വാതന്ത്ര്യദിനോ, ഒരു ശിശുദിനോ, ഒരു റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ്. ഇന്ന് 365 ദിവസവും ദിനാചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യത്തിനൊരു ദിനം, വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയൊരു ദിനം, അല്ലേ? വനിതാ ദിനം മാർച്ച് 8 നമ്മൾ ആഘോഷിച്ച് കഴിഞ്ഞതാ കുറച്ചു മുമ്പ്. അതുപോലെ തന്നെ രോഗങ്ങൾക്ക് ദിനമാണ്, പ്രമേഹ ദിനം. അതൊക്കെ ഇനി എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ 2 ദിനാചരണങ്ങൾ ഇനി വരേണ്ടി വരും. ആ രീതിയിലാണ് കാര്യങ്ങൾ, വാരങ്ങളും ദിനങ്ങളും, മുലയൂട്ടൽ വാരം, ഇതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ. ഇതെന്തിനാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ദിനാചരണങ്ങളൊക്കെ വെച്ചത്? ലോക ഭക്ഷ്യദിനം എന്ന് പറയുന്നൊരു ദിനാചരണം വെച്ചിരിക്കുന്നു. അപ്പോൾ ലോക തൊഴിലാളി ദിനം എന്ന് പറഞ്ഞിട്ട് ആചരിക്കുകയാണ്. എന്തിനാണ് ലോക പുകയില വിരുദ്ധ ദിനം എന്ന് പറഞ്ഞിട്ട് ദിനാചരണം നടത്തുന്നു? ഇത്തരത്തിലുള്ള ദിനാചരണങ്ങൾ എന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ബോധവൽക്കരണമാണ്. മനുഷ്യന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഈ പറയപ്പെട്ട വിഷയങ്ങളിൽ അവബോധം കൊടുക്കാനാണത്രേ. വനിതകൾക്ക് നേരെയുള്ള കയ്യേറ്റത്തിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് ജനങ്ങൾക്ക് അവബോധം കൊടുക്കാനാണ് വനിതാ ദിനം ഏർപ്പെടുത്തിയത്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം 14 നൂറ്റാണ്ട് മുമ്പ് ഈ രംഗത്ത് വേണ്ട രീതിയിലുള്ള പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആ പരിരക്ഷ ഉറപ്പുവരുത്തിയ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, ആ രീതിയിൽ നമ്മൾ എന്ത് വേണം? ആ രീതിയിൽ ആ പരിരക്ഷ ഉറപ്പുവരുത്തിയ, അതിനെ സംബന്ധിച്ച് വിവരമുള്ള നമ്മൾ ഇന്ന് ഈ ദിനാചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറയണം, ആയത്തോതി കൊടുക്കണം, ഹദീസ് ഓതി കൊടുക്കണം, സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, മുലയൂട്ടൽ വാരൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഖുർആൻ പറയുന്ന നിങ്ങൾ 2 കൊല്ലം മുല കൊടുക്കുവീൻ. ഏതെങ്കിലും ഒരു പെണ്ണിന് മുല കൊടുക്കാൻ പ്രയാസമാണെങ്കിൽ ഫസതുറുലിഉലഹു ഉഖറ, ആ കുട്ടിക്ക് അത് കിട്ടണം, നിർബന്ധമാണ്, വേറൊരു പെണ്ണ് കൊടുക്കട്ടെ എന്ന്. കാരണം ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട സംഗതി അതാ.
ബേബി ഫുഡ് വാങ്ങുമ്പോൾ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ, ഇല്ലേ? ബേബി ഫുഡ് വാങ്ങുമ്പോൾ അതിൻ്റെ താഴെ എന്താ എഴുതിയത്? ബ്രസ്റ്റ് ഫീഡിങ് ആണ് ഈ കുട്ടിക്ക് ഏറ്റവും നല്ലത്, ഇത് നിങ്ങൾ കൊണ്ടുപോയി പുഴുങ്ങി കൊടുത്തോളി. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല, മുല കുടിക്കണം, കുട്ടി ആ മുലപ്പാലാണ് കുട്ടിക്ക് ഏറ്റവും നല്ലത് എന്ന് എഴുതേണ്ടി വന്നു. ഖുർആൻ പറഞ്ഞു നിങ്ങൾ 2 കൊല്ലം പൂർണ്ണമായി മുല കൊടുത്തോളണം കുട്ടിയേക്ക്. നമ്മളിങ്ങനെ വാരങ്ങളും ദിനാചരണങ്ങളും ഇങ്ങനെ നടത്തിയിട്ട് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊടി തട്ടി എടുത്തുകൊണ്ടിരിക്കുക. മനുഷ്യൻ നിരന്തരമായിട്ട് സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ മനുഷ്യനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിലേക്ക് അന്ന് ഓരോ ചെടിത്തൈകളുമായി വരും. അത് ഗവൺമെൻറ് കൊടുക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ്, ഏത് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പും പടയാളികളെ മുന്നിലേക്ക് വിളിച്ചിട്ട് ഒരു ഉപദേശം കൊടുക്കും. എന്തൊക്കെ ഉപദേശം കൊടുക്കൽ? ആദ്യം പറയും ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എന്തെങ്കിലും നിങ്ങൾക്ക് വിജയം ഉണ്ടാവുള്ളൂ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. രണ്ടാമതായിട്ട് എന്ത് പറയും? നിങ്ങൾ തവക്കുലാക്കണം, അള്ളാഹുവിൽ തവക്കുലാക്കണം. പിന്നെയും ഒരുപാട് ഉപദേശം കൊടുക്കുകയാണ്. നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ വൃദ്ധന്മാരെ കാണും, നിങ്ങളൊന്നും ചെയ്തേക്കരുത്. നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ 8ഉം പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെ കാണും, നിങ്ങളുടെ വാഴ്ത്തലപ്പിന് അവർ വിധേയരാവരുത്. നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ സ്ത്രീകളെ കാണും, അവരുടെ നേരെ നിങ്ങളുടെ ഉശിരി നിങ്ങൾ എടുക്കരുത്. അതിൻ്റെ പുറമെയും ഉപദേശം. എന്താ ഉപദേശം? നിങ്ങൾ പച്ചയായ മരങ്ങൾ മുറിച്ചു കളയരുത്. വലാ തുഹ്ലിക്കുൽ ആക്കാമ, മൊട്ടക്കുന്നുകളെ നിങ്ങൾ തകർത്ത് കളയരുത്. ജലാശയങ്ങളെ നിങ്ങൾ തകർത്ത് കളയരുത്. 10-14 നൂറ്റാണ്ട് മുമ്പ് ഒരു പടയാളി തൻ്റെ യുദ്ധത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു പടത്തലവൻ പടയാളികളോട് കൊടുക്കുന്ന ഉപദേശം നമ്മളിപ്പോഴും അത് കേട്ടിട്ടില്ല. നമ്മൾ ഈ തോളിൽ സഞ്ചി തൂക്കി നടക്കുന്ന ആളുകൾ നമ്മളോട് വന്ന് പറയാണ്, ഇപ്പോഴാണ് നമ്മളോട് വന്ന് പറയുന്നത്. നമ്മളിങ്ങനെ അന്താളിച്ചിക്കുക, അങ്ങനെ കണ്ടില്ലേ, ഇവർ പറഞ്ഞില്ലേ, നമ്മളിത് കേൾക്കൂലായിരുന്നു എന്നുള്ള ഒരു ധാരണയാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 10-14 നൂറ്റാണ്ട് മുമ്പ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കോ ഫ്രണ്ട്ലിയായ ഒരു നിയമ സംഹിത ലോകത്തിനെ പഠിപ്പിക്കുക. എന്തിനാ നബി മരം മുറിക്കരുതെന്ന് പറഞ്ഞത്? പച്ചയായ മരങ്ങൾ മുറിക്കരുത്. കാരണം മരം എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമുള്ള സാധന. വഅംബത്നാ ഫീഹാ മിൻ കുല്ലി ശൈഇൻ മൗദൂൻ. ഈ ലോകത്തിന് സന്തുലിതാവസ്ഥ നിർണയിക്കുന്ന സാധനങ്ങൾ, മരങ്ങൾ ഞാൻ മുളപ്പിച്ചു. ലോകത്തിന്റെ സന്തുലിതാവസ്ഥയാണത്. അതുപോലെ തന്നെ വജഅൽനാ ലക്കും ഫീഹാ മആയിഷ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള വിഭവങ്ങൾ ആ മരങ്ങളിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ വമൻ ലസ്തും ലഹു ബിറാസിഖീൻ, ഒരു പക്ഷേ നിങ്ങളുടെ 3 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ അധ്വാനിച്ച് സ്കൂളിൽ പോയി, അല്ലെങ്കിൽ ഓഫീസിൽ പോയി, അതല്ലെങ്കിൽ കല്ല് ചുമന്ന്, അതല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ പണിയെടുത്തിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഒരു വിഭാഗമുണ്ട് ഇവിടെ, പക്ഷിമൃഗാദികൾ, അല്ലേ, പക്ഷികൾ. നിങ്ങൾക്ക് ഈ അന്തരീക്ഷത്തിൻ്റെ വിഹായസിലൂടെ പോകുന്ന ഒരടക്കാക്കുരുവിയെ പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? അല്ല പറയുന്നു വമൻ ലസ്തും ലഹു ബിറാസിഖീൻ, നിങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ കഴിയാത്തവർക്കും ഈ മരത്തിൽ നിന്ന് ഭക്ഷണം കിട്ടേണ്ടതുണ്ട്. അതിനാണിത് നിലനിർത്തണം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് അന്ന് എന്ത്? പച്ചയായ മരങ്ങൾ വെട്ടരുത്, ജലാശയങ്ങൾ തകർത്ത് കളയരുത്. 3 വർഷം മുമ്പ് കോപ്പൻഹേഗനിൽ, അല്ലെ, ഡെൻമാർക്കിൽ ഒരു യോഗം ചേർന്നതാ. ആരാ? പ്രകൃതി ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടി. ആഗോള താപനമാണ് വിഷയം. ജലമില്ല, മനുഷ്യൻ കഷ്ടപ്പാടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, സൂര്യതാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഒരു വലിയ സമൂഹം, ഒരു ശാസ്ത്ര സമൂഹം ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ടി വന്നു. എന്തേ കാരണം? ഇവിടെ വെള്ളമില്ലാതെ പോകാൻ കാരണം എന്താണ്? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്.
മനുഷ്യന്റെ പ്രവർത്തനം കാരണമായിട്ട്, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമായിട്ട് പിന്നെ കടലിലും കരയിലും കുഴപ്പം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഖുർആനിലേക്ക്, ഇസ്ലാമിന്റെ ദർശനത്തിലേക്ക് നിങ്ങൾ മടങ്ങാൻ തയ്യാറുണ്ടോ? മൻ ഗറസ ഗർസൻ, നിങ്ങളൊരു ചെടി നട്ടു, ഫഅകല മിൻഹു ഇൻസാനുൻ, അതിൽ നിന്നൊരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചു, ഔ ഹയവാനുൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി ആ ചെടിയിൽ നിന്ന് വീണ് കിടക്കുന്നതോ മുകളിൽ നിന്നോ ഒരു പഴം അതിൽ നിന്ന് തിന്നാൽ ഇല്ലാ കാനലഹു സദഖത്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന് ഒരു പ്രതിഫലം അതിൽ നിന്ന് കിട്ടാനുണ്ട്. ഇത്രയധികം പ്രോത്സാഹനമാണ് ഈ എൻവയറമെന്റ് അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് ഈ ഇസ്ലാമിക ദർശനം നൽകുന്നത്. ക്ലീനിങ് അല്ലേ, നമ്മൾ പരിസ്ഥിതി മലിനീകരണത്തിന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക, പരിസ്ഥിതി മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന വജഅൽനാ അസ്സമാഅ സഖഫൻ മഹ്ഫൂളാ, ആകാശത്തെ നാം സുരക്ഷിതമായ ഒരു മേൽക്കുരയുണ്ടാക്കിയെന്ന, അതാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. അത് നമ്മൾ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തനം കാരണമായിട്ട്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമുക്കറിയാലോ. ആ ഓസോൺ പാളി, അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് സ്ട്രൈറ്റായിട്ട് പതിക്കാതിരിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയ ഫിത്രത്താണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫിത്രത്തല്ലാഹില്ലദീ ഫതറന്നാസ അലൈഹാ, അല്ലാഹു തആല ഉണ്ടാക്കിയിരിക്കുന്ന പ്രകൃതിയാണത്. ആ പ്രകൃതിയെ തകർത്ത് കളയുന്നത് മനുഷ്യന്റെ കരങ്ങളാണ്. അപ്പോൾ മലിനീകരണത്തിന് പൊറുതിമുട്ടുന്ന നമ്മൾ പറയുന്നു, ആ മലിനീകരണം ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ മലിനീകരണം എന്ന് പറയാണ്. പക്ഷേ അത് ഇല്ലാതാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എന്താണ്? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ജമാലുൻ, ഭംഗിയുള്ളവനാണ്, യുഹിബ്ബുൽ ജമീലുൻ യുഹിബ്ബുൽ ജമാല, ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ കരീമുൻ യുഹിബ്ബുൽ കറമ, അവൻ കരീമാണ്, മാന്യനാണ്, കറമിനെ ഇഷ്ടപ്പെടുന്നു, മാന്യതയെ ഇഷ്ടപ്പെടുന്നു. ജവാദുൻ, അവൻ ഔദാര്യവാനാണ്, യുഹിബ്ബുൽ ജൂദ, അവൻ ഔദാര്യത്തെ ഇഷ്ടപ്പെടുന്നു. നളീഫുൻ, അവൻ വൃത്തിയുള്ളവനാണ്, യുഹിബ്ബുൻ നളാഫ, നളാഫത്തിനെ ഇഷ്ടപ്പെടുന്നു. ഇനി നബി പറയുന്നത് എന്താണെന്നറിയോ? ഫനളിഫു അഫ്നിയതകും, നിങ്ങളുടെ ആ ചുറ്റുഭാഗം ക്ലീനാക്കുവീൻ. 14 നൂറ്റാണ്ട് മുമ്പ് പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റുഭാഗം മലിനീകരണത്തിൽ നിന്ന് മോക്ഷം കിട്ടുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ ദർശനം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ പ്രവാചകന്റെ വചനത്തിന് ഇന്ന് പ്രസക്തി ഉണ്ട്. നമ്മൾക്കത് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. മുസ്ലിമീങ്ങളാണത് പ്രചരിപ്പിക്കേണ്ടത്. പക്ഷേ നമ്മൾ ഇന്ന് പത്രകോളങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന മലിനീകരണ പ്ലാന്റ് അതാക്കണം ഇതാക്കണം എന്ന് പറയുന്ന, അതിൻ്റെ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന വിഷയങ്ങൾ വായിച്ച് കണ്ണു തള്ളുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് ക്ലീനാക്കി വെക്കണം. പക്ഷേ വളരെ ദയനീയമായൊരവസ്ഥ എന്ന് പറഞ്ഞത്, ലോകത്ത് നിങ്ങൾ കേരളം എടുത്ത് പരിശോധിച്ചാൽ കോഴിക്കച്ചവടം നടത്തുന്നവരാരാ? ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളാണ്. നമ്മൾ പൊറുതിമുട്ടുന്നത് എന്തുകൊണ്ടാണ്? പല സ്ഥലങ്ങളിലും ഇതിൻ്റെ മാലിന്യങ്ങൾ തള്ളുന്നത് പോലല്ലേ. അള്ളാൻ്റെ റസൂലിൻ്റെ അനുയായിയാണ്. 10-14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞത് നിങ്ങളിതോ ക്ലീനാക്കണം എന്ന് പറഞ്ഞ ആ പ്രവാചകൻ്റെ വാക്കിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ കേട്ടോ, ആരെയും ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് എല്ലാ നിലക്കും സംരക്ഷണം ഈ പ്രകൃതിക്ക് നൽകേണ്ടവനാണ്, അതിന് ബാധ്യതപ്പെട്ടവനാണ് മുഅ്മിന്, അത് പ്രചരിപ്പിക്കേണ്ടവനാണ് മുഅ്മിനീങ്ങൾ. അത് മനസ്സിലാക്കണം. അപ്പം എല്ലാ നിലക്കും ഇസ്ലാം എന്ന് പറയുന്നത് അതിൻ്റെ ഇക്കോ ഫ്രണ്ട്ലിയാണ് എന്ന് ഞാൻ പറഞ്ഞു. കുടുംബ ഭദ്രത ഉണ്ടാക്കുന്നതാണ്, ദാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. സാമ്പത്തികമായ സുരക്ഷിതത്വം നൽകുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. സാമൂഹികമായ സുരക്ഷിതത്വം നൽകുന്നതാണെന്ന് പറഞ്ഞു. മാനവികതയുടെ നിറകുടമാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് ഞാൻ പറഞ്ഞു. വളരെ ലളിതവും സുന്ദരവുമാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസൃതമായി കൊണ്ട്
നമ്മളിത് പ്രചരിപ്പിക്കുകയും ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين والسلام عليكم ورحمة الله.